അത് ആടിനെ അർത്ഥത്തെങ്കിലും വലീമത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാല് അപ്പൊ വലീമത്തിന് ഏറ്റവും ചുരുങ്ങിയതാണോ ആട്? ആടിനേക്കാളും ചുരുങ്ങിയത് വലീമത്ത് കൊടുത്താൽ വലീമത്താവൂലേ എന്ന് ചോദിച്ചു അഷറഫ് കണ്ണാടി പറമ്പ്. അപ്പൊ കുടുംബസാറിന് ആരോടാണ് അത് പറഞ്ഞേക്കുന്നത് നോക്കടാ എന്ന്. അപ്പൊ നോക്കുമ്പോ അത് അബ്ദുറഹ്മാൻ ബിൻ ഔഫിനോട് പറഞ്ഞു റസൂലുള്ളാഹി. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ഖുർആൻ കഴിച്ചപ്പോ അദ്ദേഹത്തോട് പറഞ്ഞാണ് ഒരാടിന് അത്രയെങ്കിലും വലീമത്ത് കൊടുക്കണം. ആരോടാണ് അത് പറഞ്ഞേക്കുന്നത് നോക്കടാ. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ആണെങ്കിലോ സഹാബിയുടെ കൂട്ടത്തിൽ വലിയ ധനാഢ്യനാണല്ലോ അല്ലേ, വലിയ കച്ചവടക്കാരനും വലിയ ബിസിനസ്സുകാരനും വലിയ മുതലാളിയാണ്. അപ്പൊ അദ്ദേഹത്തോടാണ് പറഞ്ഞത് ഔലിം വലോബിഷാത്തിൻ. അപ്പൊ മുമ്പ് മറുപടി ഉണ്ടില്ലേ, എത്ര വേഗം ആരോടാണ് പറഞ്ഞിരിക്കുന്നത് നോക്കടാ. അതോടുകൂടെ അതിന്റെ മറുപടി പൂർത്തിയായി. അപ്പോ എന്തേ പറഞ്ഞത്? അപ്പൊ മലമൂത്ര വിസർജനം വയുന്തബുരി ദാഖിലിൽ ഖലാഇ അൻ യുഖദ്ദിമ യസാറഹു വയമീനഹു ലിൻസിറാഫി ബിഅക്സിൽ മസ്ജിദി വയൻഹനിയ അല്ല വയുൻഹിയ അൻ മാ അലൈഹി വയുനഹ മാ അലൈഹി മുഅല്ലമുൻ. അങ്ങനെയാണ്. അല്ലെങ്കിൽ വയുനഹിയ അവൻ ദൂരത്താക്കുക മാ ഒന്നിനെ അലൈഹി അതിന്റെ മേലുണ്ട് മുഅല്ലമായ വസ്തുണ്ട് അങ്ങനത്തെ ഒന്നിനെ ദൂരത്താക്കുക, അതും സുന്നത്താക്കപ്പെടും. എന്നുവെച്ചാല് വല്ല ഐക്കല്ലോ അതിലെന്തുണ്ട് ഖുർആന്റെ ആയത്തുകളോ അല്ലെങ്കിൽ ഹദീസൊക്കെ അങ്ങനത്തെ പിന്നെ എഴുതിയിട്ടുണ്ട്, അങ്ങനത്തെ ഉള്ളതൊക്കെ ദൂരത്ത അത് അന്നും മലമൂത്ര വിസർജനം ചെയ്യുന്ന സമയത്ത് ധരിക്കാതിരിക്കുക, അതും സുന്നത്താണ്. ഖുർആനാവട്ടെ അതല്ലെങ്കിൽ നബിന്റെ പേരാവട്ടെ അല്ലെങ്കിൽ മലക്കിന്റെ പേരാവട്ടെ അങ്ങനത്തെ ഒക്കെ മുഅല്ലമായ വസ്തുക്കളുടെ പേര് അല്ലെങ്കിൽ അങ്ങനെ ഒക്കെ എഴുതിയതൊക്കെ ദൂരത്താക്കുക, അതും സുന്നത്താണ് മലമൂത്ര വിസർജനം ചെയ്യുന്ന സ്ഥലത്ത്. പിന്നെ അതുപോലെ തന്നെ മലമൂത്ര ഇതുണ്ടല്ലോ, ഇത് ആ ഖാരിജ് പുറപ്പെടുന്ന സമയത്ത് ആ മലമൂത്ര വിസർജനം ചെയ്യുന്ന സമയത്ത് ആ പുറപ്പെടുന്ന സാധനം ഉണ്ടല്ലോ, ആ പുറപ്പെടുന്ന സാധനം ഇപ്പം എന്തായിരിക്കും? മലമൂത്ര അവിടെ ഇരിക്കുമ്പോ പുറപ്പെടുന്ന സാധനം എന്തായിരിക്കും അറിയാലോ. അത് പുറപ്പെടുന്ന സമയത്ത് മുണ്ടാതിരിക്കുക, അതും സുന്നത്താണ്. വയസ്കു തഹാല ഖുറൂജ് ഖാരിജിൻ, ആ പുറപ്പെടുന്ന സാധനം പുറപ്പെടുന്ന സമയത്ത് മുണ്ടാതിരിക്കലും സുന്നത്താണ്. വലവും അൻ ഗൈരി ദിക്രിൻ, അതാ അത് ഇനി ദിക്റൊന്നല്ല നിൽക്കുക, ദിക്റൊന്നല്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് മലമൂത്ര വിസർജനം ചെയ്യുന്ന സമയത്ത്, അതും പിന്നെന്താണ് കറാഹത്തല്ല, അങ്ങനെ സംസാരിക്കാതിരിക്കലാണ് സുന്നത്ത് എന്ന്. അതാണ് സംസാരിക്കാതിരിക്കലാണ് സുന്നത്ത്. വഫീ ഗൈരി ഹാലിൽ ഖുറൂജ് അൻ ദിക്രിൻ, അപ്പോ മലമൂത്ര വിസർജനത്തിന് വേണ്ടി ഇരിക്കുന്ന സമയത്ത് ആ പുറപ്പെടുന്ന സാധനം പുറപ്പെടുന്ന സമയത്ത് പിന്നെ ഏത് സംസാരവും കറാഹത്താണ്, ഏത് സംസാരവും കറാഹത്താണ്. ഇനി അത് പുറപ്പെടുന്ന സമയം എല്ലാം നിൽക്കുക, പുറപ്പെടുന്നില്ല, വെറുതെ ഇരിക്കുകയാണ്, ആ സമയത്ത് ദിക്റുണ്ടല്ലോ, ദിക്ർ കറാഹത്താണ്. അപ്പൊ അത് പുറപ്പെടുന്ന സമയത്ത് അല്ലെങ്കിലോ ദിക്ർ അല്ലാത്ത കറാഹത്തില്ല. മനസ്സിലായിട്ടുണ്ടല്ലേ? പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹ്. മഴ ഉള്ളപ്പോൾ ജംആക്കി നിസ്കരിക്കുന്നു, അപ്പോൾ ആദ്യത്തെ നിസ്കാരത്തിൽ രണ്ടാമത്തെ നിസ്കാരം ജംആ ആക്കുന്നു എന്ന് കരുതാതെ ഇമാമിന്റെ കൂടെ തുടരാമോ? അത് പറ്റൂല. ജമാഅത്തിന് മുന്തിച്ച ജമാഅക്കുമ്പോൾ നിബന്ധനയാണ്, മുന്തിച്ച ജമാഅക്കുമ്പോൾ നിബന്ധനയാണ് ഏത്? ആദ്യത്തെ നിസ്കാരത്തിന് സലാം വീട്ടുന്നതിന് മുമ്പായിട്ട് അവനക്ക് എഴുതണം, ഞാൻ ഈ നിസ്കാരത്തിന് ശേഷം മറ്റേ നിസ്കാരം കൂടി ഇതോടുകൂടി ജമാഅത്ത് നിസ്കരിക്കുന്നു. അപ്പൊ മഴ കാരണം ജമാഅത്ത് നിസ്കരിക്കാമല്ലോ അല്ലെ? മഴ കാരണം ജമാഅത്തിന് ചില നിബന്ധനകളൊക്കെ ഉണ്ട്. അവന് പള്ളിയിൽ പോയിട്ട് അല്ലെങ്കിൽ ജമാഅത്തായിട്ട് നിസ്കരിക്കുന്ന ആളായിരിക്കണം, ജമാഅത്തിന് പോണ ആളാവണം. അല്ലാതെ വീട്ടിൽ നിസ്കരിക്കുന്ന ആൾക്കല്ല ഈ പറഞ്ഞത്. സാധാരണ ജമാഅത്തിന് പോണ ആളാണ്, അങ്ങനെ അയാൾ ജമാഅത്തിന് പോയിരിക്കുന്നു. അപ്പോ ആ നിസ്കാരം തുടങ്ങുന്ന ആദ്യത്തെ നിസ്കാരം തുടങ്ങുന്ന സമയത്ത് മഴ വേണം, അതാണ് ഒരു നിബന്ധന. ആദ്യത്തെ നിസ്കാരം തുടങ്ങുന്ന സമയത്ത്
ആദ്യത്തെ നിസ്കാരത്തിന് സലാം കൂട്ടുന്ന സമയത്തും മഴ വേണം, രണ്ടാമത്തെ നിസ്കാരം തുടങ്ങുന്ന സമയത്തും മഴ വേണം. ഇപ്പൊ ളുഹ്ർ നിസ്കരിക്കാൻ പോയി പള്ളിയിൽ, അപ്പൊ മഴ പെയ്യുന്നുണ്ട്. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ മഴ ഉണ്ട്. ളുഹ്ർ നിസ്കാരം തുടങ്ങുമ്പോൾ മഴ ഉണ്ട്. ആ ളുഹ്ർ നിസ്കാരത്തിന് സലാം കൂട്ടുന്ന സമയത്തും മഴ ഉണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാ, ഞാൻ ളുഹ്ർ നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ അസറും അതോടുകൂടി ജമാഅത്ത് നിസ്കരിക്കാം. അവിടെ എന്ത് വേണം, മുന്തിച്ചമ്മാക്കാണല്ലേ. മുന്തിച്ചമ്മാക്കുമ്പോൾ നിബന്ധനയാണ് ഏത്, ഈ നിസ്കാരത്തിന് ശേഷം ഞാൻ അടുത്ത നിസ്കാരം കൂടി ജമാഅത്ത് നിസ്കരിക്കുമെന്ന് ആദ്യത്തെ നിസ്കാരത്തിന് സലാം കൂട്ടുന്നതിന് മുമ്പായിട്ട് അവൻ കരുതൽ. അത് മനസ്സിൽ കരുതണം. മഴ ഉണ്ടല്ലോ, മഴ മാറിയിട്ടില്ല, ഞാൻ അസറും കൂടി ഇപ്പൊ തന്നെ ജമാഅത്ത് നിസ്കരിച്ച് പോവാണ് എന്ന് അവൻ അപ്പൊ കരുതുക, മനസ്സിൽ കരുതുക. അപ്പൊ ഇവിടെ ചോദ്യം എന്താ ഉള്ളത്? ഇവിടെ ചോദ്യത്തിൽ ഇപ്പൊ മഴ ഉള്ളപ്പോൾ ജംആക്ക് നിസ്കരിക്കുന്നു, അപ്പോൾ ആദ്യത്തെ നിസ്കാരത്തിൽ രണ്ടാമത്തെ നിസ്കാരം ജംആക്കുന്നു എന്ന് കരുതാതെ ഇമാമിനെ പറഞ്ഞല്ലോ. പിന്നെ ആദ്യത്തെ നിസ്കാരത്തിൽ തന്നെ കരുതണം, ഇത് അതിനുശേഷം മറ്റുകൂടി ഞാൻ ജംആക്ക് നിസ്കരിക്കുന്നു കരുതണം. ജംആക്ക് നിസ്കരിക്കുമ്പോൾ മഴ ഉള്ളപ്പോൾ, അതായത് മഴ ഉള്ളപ്പോൾ ഒരാൾ മഗ്രിബ് നിസ്കാരം കഴിയുമ്പോഴേക്കും ഇമാം ഇശാ നിസ്കാരം 2 റക്അത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ ഇമാമിനെ തുടർന്നു അയാൾക്ക് ജംആക്കാമോ? അത് പറ്റും. ആദ്യത്തെ നിസ്കാരത്തിൽ അവൻ എന്ത് ചെയ്ത് പിന്നെ മസ്ബൂക്കായിട്ട് മറ്റൊക്കെയാണേ, അങ്ങനെ ആയതായിരിക്കണം. അങ്ങനെ എന്ത് ചെയ്ത് അവന് പിന്നെ ഇമാമ സലാം കൂട്ടി ആ ബാക്കിയുള്ള നിസ്കരിക്കണ സമയത്ത് നിസ്കാരം പൂർത്തിയായപ്പോഴേക്കും മറ്റേ ഇമാമിന്റെ പിന്നെ ഇശാ നിസ്കരിക്കാണ് ഇമാം ജമാഅത്ത്, അപ്പോഴേക്കും വെള്ള നിസ്കാരം 2 റക്അത്ത് പൂർത്തിയാക്കുന്നത്. എന്നാലും പറ്റും, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അപ്പോഴും പറ്റും. മഴക്കാരൻ ജമാഅത്ത് നിസ്കരിക്കുമ്പോൾ നിബന്ധന ഇതാണുള്ളത്, ആദ്യത്തെ നിസ്കാരത്തിന് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുന്ന സമയത്ത് മഴ വേണം, അതിന് സലാം കൂട്ടുന്ന സമയത്ത് മഴ വേണം, രണ്ടാമത്തെ നിസ്കാരം ഉണ്ടല്ലോ അതിന് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുന്ന സമയത്ത് മഴ വേണം. അത്രേ ഉള്ളൂ. ആ മഗ്രിബ് ഇശായും കൂടി മഗ്രിബിക്ക് പള്ളിയിൽ പോയതാണ്, അപ്പൊ മഴ തുടങ്ങിയിട്ടുണ്ട്. മഗ്രിബിക്ക് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുന്ന സമയത്ത് മഴ ഉണ്ട്, മഗ്രിബിന് സലാം കൂട്ടുന്ന സമയത്തും മഴ ഉണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാ, ഇശാ അതോടുകൂടി ജമാഅക്കാം. ഇശാക്ക് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുന്ന സമയത്ത് മഴ വേണം. അത്രേ ഉള്ളൂ. അതെ. ജായിസാകും, അത് നാട്ടിൽ താമസിക്കുന്ന ആൾക്കാണെങ്കിലും ശരി, യാത്രക്കാരെന്നല്ല, എന്നാലും ജായിസാകും. അൽ ജംഉ ബൈന മാ മറ, അതായത് ളുഹ്റിന്റെയും മഗ്രിബിന്റെ അസറിന്റെയും ജമാഅത്ത്, അതുപോലെ മഗ്രിബിന്റെയും ഇശാന്റെയും കൂടെ ജമാഅത്തിൽ ജായിസാകും. വമിൻഹു അതിൽപ്പെട്ടാണ് ജുമഅയും. അങ്ങനെ തന്നെ ഒരാൾ ജുമഅക്ക് പോയതായിരുന്നു, അപ്പൊ ജുമഅക്ക് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുന്ന സമയത്ത് മഴ ഉണ്ട്, ജുമഅന് സലാം കൂട്ടുന്ന സമയത്ത് മഴ ഉണ്ട്. എന്നാൽ എന്ത് ചെയ്യാ, അസറും അപ്പം നിസ്കരിച്ചിട്ട് പോരാ. അസറും ജമാഅത്തായിട്ട് ഇമാമും ജമാഅത്തൊക്കെ പോയിട്ട് അവിടെ അപ്പൊ തന്നെ എന്ത് ചെയ്യുക, ജമാഅത്ത് നിസ്കരിച്ചിട്ട് പോരാ. ഇനിയിപ്പോ അസർക്ക് ഇനി പള്ളിയിൽ പോകേണ്ട ആവശ്യമില്ല. അങ്ങനൊക്കെ ഉണ്ട്. അങ്ങനൊക്കെ ഉണ്ട്. അതൊക്കെ സാധാരണ പള്ളിയിൽ ജമാഅത്തിന് പോകുന്ന ആളുകൾക്ക് പറഞ്ഞാണ് ഇപ്പൊ അതൊക്കെ. സാധാരണ പള്ളി ജമാഅത്തിന് പോകണല്ലോ ഒരു മുഅ്മിനായ മനുഷ്യനാവുമ്പോ. അപ്പൊ അയാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഓരോ പിന്നെ വിടുതികളാണ് ഇപ്പൊ ഇതൊക്കെ. മഴ ഉണ്ടാകുമ്പോ ജമാഅക്ക, മുസാഫിറാണെങ്കിൽ ജമാഅക്ക, ഇതൊക്കെ. അത് വലിയ മഴ വേണമെന്നൊന്നുമില്ല, ഭയങ്കര ശക്തമായ മഴ വേണമെന്നൊന്നുമില്ല. ബിശർത്തിയായി യബുല്ല സൗബ, ഇത്രേ ഉള്ളൂ. അവന്റെ വസ്ത്രം നനയ്ക്കുന്ന രീതിയിലുള്ള ഒരു മഴ ആയാൽ മതി. അവന്റെ റൂമിൽ നിന്ന് അവന്റെ പള്ളിക്ക് പോകുമ്പോ മഴ അങ്ങനെ പെയ്യുമ്പോ അവന്റെ വസ്ത്രം നനയും, ആ നിലക്കുള്ള ഒരു മഴ ഉണ്ടായാൽ മതി. ലോക്കിലെ അങ്ങനത്തെ മഴ വേണമെന്നൊന്നുമില്ല. തഖദീമൻ, അങ്ങനെ കേട്ടോ, മുന്തിച്ചമാക്കലാണ്. മഴക്കാരനെ മുന്തിച്ചമാക്കാനേ പറ്റുള്ളൂ, പിന്തിച്ചമാക്കാൻ പറ്റൂല. മഴക്കാരനെ ചെന്നായി ഇപ്പൊ വീട്ടിലിങ്ങനെ ഇരിക്കുകയാണ്, അപ്പൊ ളുഹറിന്റെ സമയത്ത് മഴ ഉണ്ട്, അപ്പൊ അത് കരുതുന്നത് അനിപ്പോ ഞാൻ ഇപ്പൊ ളുഹർ നിസ്കരിച്ച് ഞാൻ അസർക്ക് പള്ളിയിൽ പോകണുള്ളൂ, അങ്ങനെ പറ്റുമോ? അങ്ങനെ കരുതാൻ പറ്റൂല. പിന്തിച്ചമാക്കാൻ പറ്റൂല, മുന്തിച്ചമാക്കാനേ പറ്റുള്ളൂ മഴ കാരണം. പിന്നെ വൽ അൽഹറു തഖ്സീസു റുഖ്സത്തി
بالمصلي جماعة بمسجد أو بغيره بعيد عن محله بحيث يتأذى تأذيا لا يحتمل عادة بالمطر في طريقه. അതാണ് തുഹഫ. ഇത് ആർക്കാണ് കണ്ട? ഇത് ഈ മഴക്കാരൻ ജമാഅത്തിൽ ആർക്കാണത്? അത് പള്ളിയിൽ വെച്ചോ അതല്ലെങ്കിൽ മറ്റു സ്ഥലത്ത് വെച്ചോ ജമാഅത്തായി നിസ്കരിക്കുന്ന ആളുകൾക്കാണ്. സാധാരണ പള്ളിയിൽ പോയിട്ട് ചിലർക്ക് പള്ളി ഉണ്ടാവൂല, പള്ളിയല്ല പള്ളിയായിട്ട് വഖഫ് ചെയ്യപ്പെടാത്ത സാധാരണ ആളുകൾ ജമാഅത്തായി നിസ്കരിക്കുന്ന സ്ഥലമുണ്ട്. അപ്പൊ പള്ളിയിലേക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്തേക്കോ ജമാഅത്തിന് സാധാരണ പോകുന്ന ആളുകൾക്കാണ് ഈ റുഖ്സ. അതല്ല വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്ന ആളുകൾക്കുള്ളതല്ല. സാധാരണ പള്ളിയിൽ പോകുന്ന ആളുകൾക്കുള്ള ഉള്ള ഒരു വിടുതിയാണത്. അതാണെങ്കിൽ അവന്റെ വീട് പള്ളിന്റെ തൊട്ടടുത്തുമല്ല, കുറച്ച് ദൂരെയാണ്. അപ്പൊ മഴ ഉള്ളതിനോട് കൂടി അങ്ങോട്ട് നടന്നു പോകാനുള്ള ബുദ്ധിമുട്ടാണ്. ആ രീതിയിലുള്ള ആളുകൾക്കാണ് ഇത് പിന്നെ ഈ വിടുതി അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. അതെ, ലൂലുവിലെ പള്ളി പോലെ അങ്ങനെയൊക്കെ തന്നെയാണ്. പള്ളിയായിട്ട് വഖഫ് ചെയ്യപ്പെട്ടിട്ടില്ല, എന്നാൽ സാധാരണ അങ്ങനെയൊക്കെ ചില സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി പ്രത്യേകമായ സ്ഥലങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടാവും, പള്ളിയായിട്ട് വഖഫ് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ ഇയാൾ സാധാരണ അങ്ങോട്ടാണ്, അത് കുറച്ച് ദൂരെയാണ്, ഇയാളുടെ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് ദൂരെയാണ്. അയാൾ അങ്ങോട്ട് ജമാഅത്തിന് വേണ്ടി പോയതാണ്. അപ്പൊ അവിടെ ലുഹ്റിക്കാണ് പോയത്. അപ്പൊ അവിടെ മഴ തുടങ്ങി. അപ്പൊ ലുഹ്ർക്ക് അപ്പൊ തക്ബീറത്തുൽ ഇഹ്റാം കിട്ടുന്ന സമയത്ത് മഴ ഉണ്ട്, സലാം കിട്ടുന്ന സമയത്ത് മഴ ഉണ്ട്. അപ്പൊ അടുത്ത് ഇനി എന്താ ചെയ്യാ? അസ്റും അതോടുകൂടി ആണ് ജമാഅക്കി നിസ്കരിച്ച് പോരാം. ജമാഅത്തായിട്ടോ, ജമാഅത്തായിട്ട് നിസ്കരിച്ച് പോരാം, ഒറ്റക്കല്ല. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. എന്റെ ഉസ്താദെ സുഖമാണോ? അൽഹംദുലില്ലാഹ് സുഖാണ്. പിന്നെ മരണപ്പെട്ടവർക്ക് വേണ്ടി ചൊല്ലാൻ പറ്റിയ ദിക്ർ ഏതാണ്? മരണപ്പെട്ടവർക്ക് ഏത് ദിക്റും ചൊല്ലാം. മരണപ്പെട്ടവർക്ക് ദിക്ർ, മരണപ്പെട്ടവർക്ക് എന്ത് സാലിഹ അമൽ ചെയ്ത് സദഖ ചെയ്ത ഹദിയ ചെയ്താലും അത് അതിന്റെ പ്രതിഫലം ആ മരണപ്പെട്ട ആൾക്ക് കിട്ടും. അതിന് പുറമെ അങ്ങനെ ഒരു സേവനം ചെയ്ത കൂലി ഇയാൾക്കും കിട്ടും. അങ്ങനെ മരിച്ച ആൾക്ക് ഇങ്ങനെ ഒരു ഗുണം ചെയ്ത് കൊടുത്ത കൂലി ഇദ്ദേഹത്തിനും കിട്ടും. പിന്നെ മരണപ്പെട്ട ആൾക്കേ ഖുർആൻ ഓതി ഹദീ ചെയ്ത് നോക്കുക, എന്നാൽ അതിന്റെ കൂലി കിട്ടും. ഇനി ഹജ്ജ് ചെയ്യാത്ത ആളാണ്, ഹജ്ജ് ചെയ്ത് അല്ലെങ്കിൽ ഉംറ ചെയ്ത് അല്ലെങ്കിൽ ഇനി പിന്നെ ദാനധർമ്മങ്ങൾ ചെയ്ത് അല്ലെങ്കിൽ വഖഫ് ചെയ്ത് അങ്ങനെ എന്ത് സാലിഹായ അമല് ചെയ്തിട്ട് മരണപ്പെട്ടവർക്ക് ഹദിയ ചെയ്താലും അതിന്റെ കൂലി കിട്ടും. ഇപ്പൊ ഇത് ഏത് ദിക്റാണ് ഏറ്റവും നല്ലത്? ഏത് ദിക്റും ആവാം. എന്ന് അതേസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടല്ലോ അല്ലേ, 70,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലാത്തൊരു വ്യക്തിയാണ് അയാൾ നിൽക്കുക. അല്ല ഹയാത്ത് കാലത്ത് അയാൾ 70,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലിക്കുന്നു നിൽക്കുക. അതല്ല ഞാൻ ചെല്ലിയിട്ടില്ല, എന്നാൽ എന്ത് ചെയ്യാ, അയാൾക്ക് വേണ്ടി ഒരു 70,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലുക. എന്നാ വളരെയധികം കാര്യമുണ്ട്. കാരണം ഒരു ഹദീസ് ഇതിലുണ്ട്, മറ്റേ ഇതിൽ കബിലാണ് ഇപ്പൊ ഫൈദുൽ ഖദീറിലുണ്ട്. ഇബ്നു അറബി പറഞ്ഞതാണ്, ഊസികാൻ തുഹാസിബ ലാ അൻ തസ്തരിയ നഫ്സക മിനല്ലാഹി ബിഇത്ഖി റഖബതിക മിനന്നാർ ബിഅൻ തഖൂല ലാ ഇലാഹ ഇല്ലല്ലാഹ് 70,000 മറ ഫഇന്നല്ലാഹ യഅതിഖു റഖബതക ഔ റഖബത മൻ തഖൂലുഹാ അൻഹു ബിഹാ വറദ ബിഹി ഖബറുൻ നബവിയ്യുൻ. ഫൈദുൽ ഖദീറിലെ ഒരു ഇബാറത്താണ് അത്. അങ്ങനെ ഇബ്നു അറബി പറയാണ്, ഞാൻ നിന്നോട് വസിയത്ത് ചെയ്യാണ് മനുഷ്യ. എന്താ വസിയത്ത്? നീ നിന്റെ നഫ്സ് ഉണ്ടല്ലോ, നിന്റെ ശരീരം നരകത്തിനെ തൊട്ട് എത്തുക്ക് ചെല്ലുന്ന പണി നീ എടുക്കണം. നിന്റെ ശരീരം നരകത്തിനെ തൊട്ട് നീ എത്തുക്ക് ചെല്ലുന്ന ഒരു പണി നീ എടുക്കണം. എന്താണത്? അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് 70,000 പ്രാവശ്യം പറയുക. എന്നാൽ അത് നീ പറഞ്ഞാൽ, നിനക്ക് വേണ്ടി നീ അത് പറഞ്ഞാൽ നിന്നെ അള്ളാഹുവിന്റെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കും. അതെല്ലാം നീ മറ്റാർക്കേലും വേണ്ടിയാണ് 70,000 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു നിൽക്കുക, എന്നാൽ ആ ആളെ അള്ളാഹുവിന്റെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കും. ഈ പണി നീ ചെയ്യണമെന്ന് നിന്നോട് ഞാൻ വസിയത്ത് ചെയ്യുന്നു മനുഷ്യ എന്ന് അദ്ദേഹം പറയാം. എന്താണ് അങ്ങനെ വസിയത്ത് ചെയ്യാനുള്ള കാരണം? വറദ ബിഹി ഖബറുൻ നബവിയ്യുൻ. അത് ഹദീസിലുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ടുള്ള ഹദീസുണ്ട് ആ വിഷയത്തിൽ. അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ പറഞ്ഞത് എന്നാ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഇപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് മരിച്ചവർക്ക് അദ്ദേഹം അപ്പൊ ഏത് ദിക്റാണ് ഏറ്റവും ചെല്ലല് ഏറ്റവും ഉത്തമം എന്ന് വെച്ചാൽ അത് ഏത് ദിക്റും ആവാം, ഖുർആൻ ഓതാം, എന്തും ആവാം. അതേ സമയത്ത് കിതാബിന്റെ പേര് ഫൈദുൽ ഖദീർ. ഫൈദുൽ ഖദീറേ നമ്മൾ ഷാമിലൊക്കെ ഉണ്ട്, മക്തബ് ഷാമിലിയെ അതിലൊക്കെ ഉണ്ട്. അപ്പോ
അപ്പൊ ഏത് ദിക്റും ഏത് സാലിഹാനും ചെയ്യാൻ മരിച്ച ആൾക്ക് വേണ്ടി. അതേസമയത്ത് 70,000 ദിക്ർ അദ്ദേഹത്തിനോട് ചെല്ലിയാൽ ഈ ഒരു കാര്യം കൂടി ഉണ്ട്. അപ്പോ ശ്രദ്ധിക്കുക. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, ഞങ്ങളുടെ വീട്ടിൽ കിണർ കിളക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ആവശ്യമായ വെള്ളം ലഭിക്കാൻ ക്ലാസ് റൂമിൽ പ്രത്യേകം ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹദായ ഫضل കൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ടും അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട മറ്റു ദാസന്മാരുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ആ കിണറ്റിൽ നിങ്ങൾക്ക് ആവശ്യമായ വെള്ളം തരട്ടെ. അല്ലാഹു അങ്ങനെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. എന്റെ കൂട്ടുകാരന്റെ സുഹൃത്ത്, നമ്മൾ വായിച്ചതാണ്, ദുആ ചെയ്തതാണ്. എന്നാലും എന്റെ കൂട്ടുകാരന്റെ സുഹൃത്തിന്റെ 7 വയസ്സായ പെൺകുട്ടിക്ക് 1 വർഷം മുമ്പ് ട്യൂമറിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിരുന്നു. ഇപ്പോ വീണ്ടും നാളെ ഓപ്പറേഷൻ ചെയ്യാൻ പോവുകയാണ് എന്ന് മിഞ്ഞാന്നിട്ട് വന്ന PM ഞാൻ ഇവിടെ അത് പേസ്റ്റ് ചെയ്ത് വെച്ചാണ്, കോപ്പി എടുത്തു വെച്ചാണ് അതിന്റെ. അപ്പോ ഇപ്പൊ ഒന്നും കൂടി വായിച്ചാണ്. നമ്മളപ്പോ തന്നെ അമ്മനെ ദുആ ചെയ്തിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടിക്ക് പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടിക്ക് പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. പൂർണ്ണ സിഹത്തും ആഫിയത്തും അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. സിഹത്തോടു കൂടി ആഫിയത്തോടു കൂടി ആ കുട്ടിക്ക് അല്ലാഹു തആല അവന്റെ ത്വാഅത്തിലായി കൊണ്ട് ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ്. ആ കുട്ടിയുടെ രോഗമൊക്കെ മാറ്റി നല്ല ആരോഗ്യമുള്ള ഒരു കുട്ടിയെ കണ്ടുകൊണ്ട് ആ കുട്ടിയുടെ മാതാപിതാക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷിപ്പിക്കട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, എന്റെ ഉമ്മാക്ക് കയ്യിന്മേലും കാലിന്മേലും ഒക്കെ ഒരു ചൊറിയാണ്. ഒരുപാട് ചികിത്സ ഞങ്ങൾ ചെയ്തിരുന്നു. ഒരു സമാധാനം ഇല്ല. ഉസ്താദ് മനസ്സറിഞ്ഞ് ദുആ ചെയ്യണം. പടച്ചോനെ, ഞാൻ എന്റെ മനസ്സറിഞ്ഞ വിഷയമല്ല ഉള്ളത്. ഇവിടെ ഈ മാമീൻ ചെല്ലുന്ന കൂട്ടരിൽ നല്ല സ്വാലിഹീങ്ങളായ ആളുകളുണ്ട്. പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളൊക്കെ അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കണ ആളുകൾ ധാരാളമുണ്ട്. അവരോടൊക്കെ ആമീൻ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അല്ലാതെ ഞാനും എന്റെ മനസ്സറിച്ചിലും അറിയാതിരിക്കലില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മാക്ക് പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് ഉമ്മാക്ക് പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു ഇവിടെ ആമീൻ ചെല്ലുന്ന ആളുകളുടെ ആമീന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ഉമ്മാക്ക് പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. ഈ ജിന്നിലും ഇൻസിലും പെട്ട സ്വാലിഹ്യങ്ങളുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മാക്ക് പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. ഉസ്താദ്, വുളു എടുക്കുമ്പോൾ തലമുടി മൊത്തം തടവേണ്ടതുണ്ടോ? വുളു എടുക്കുമ്പോൾ തലമുടി മൊത്തം തടവൽ നിർബന്ധമില്ല, സുന്നത്താണ്. തല മുഴുവൻ തടവ സുന്നത്താണ്. മാലിക്കി മദ്ഹബ് പ്രകാരം നിർബന്ധമാണ്. മാലിക്കി മദ്ഹബ് പ്രകാരം തല മുഴുവൻ തടവണം. തലയിൽ പെട്ടതാണ് ചെവിന മാലിക്കി മദ്ഹബ് പറഞ്ഞത്. അപ്പോ ചെവി മുഴുവൻ തടയൽ നിർബന്ധം. അപ്പോ നമ്മൾ ശ്രദ്ധിക്കണ്ടോ ആ വിഷയം. മറ്റൊരു മദ്ഹബ് നിർബന്ധമാക്കിയ കാര്യം നമ്മുടെ മദ്ഹബിൽ സുന്നത്തായിരിക്കും. ഖുറൂജൻ മിൻ ഖിലാഫി മൻ ഔജബഹു എന്ന് പറയാറ്, തെളിവന്നെ പറയാറ്. അതിന് കാരണം പറയാൻ അതാണ്. ഷാഫി ഇമാമിനെ നിർബന്ധമാക്കാനുള്ള തെളിവ് കിട്ടിയിട്ടില്ല. എന്താ കുറുമ്പൻ ഞാൻ പോകുന്നത്, കുറുമ്പൻ ഒരു PM ചെയ്തിട്ടുണ്ടല്ലേ, അത് ഞാൻ സാധാ പറയാം. നിങ്ങൾ പറയാച്ച ഞാൻ പറയാന്നുള്ളതല്ല, എനിക്കറിയാണെങ്കിൽ പറയാന്ന്. അതിനാണ് ഒരു PM കണ്ടിരുന്നു ഇവിടെ. മലം ഇരിക്കുമ്പോൾ മലമൂത്ര വിസർജനോട് ഇരിക്കുമ്പോൾ കുറെ സമയം, പക്ഷെ മലം പുറപ്പെടുന്നത് കുറച്ച് സമയം അല്ലാത്ത സമയം, മലത്തിന് വേണ്ടി കാത്തിരിക്കുന്ന സമയം സംസാരിക്കുമോ ദിക്റില്ലാമോ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. മലമൂത്ര വിസർജനത്തിന് വേണ്ടി ഇരിക്കുന്ന ആ സ്ഥലത്ത് വെച്ച് ആ മലവും മൂത്രമൊക്കെ പുറപ്പെടുന്ന സമയത്ത് ദിക്ർ ചെല്ലല്, പുറപ്പെടുന്ന സമയത്തും അല്ലാത്ത സമയത്തും ദിക്ർ ചെല്ലൽ കറാഹത്താണ്. മലം ഇങ്ങനെ പുറപ്പെടുകയാണ്, അല്ലെങ്കിൽ മൂത്രം അങ്ങനെ പുറപ്പെടുകയാണ്. ആ സമയത്താവട്ടെ അല്ലെങ്കിൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ് അല്ലേ, ആ സമയത്താവട്ടെ അല്ലെങ്കിൽ ഒക്കെ കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കുകയാണ് ആ ക്ലോസറ്റ് മേലെ ഇരിക്കാൻ സുഖം ഉണ്ടായിട്ട് ഇരിക്കാൻ നിൽക്കുക. എങ്ങനെയാണെങ്കിലും ശരി, അവിടെ ദിക്ർ ചെല്ലൽ എന്താണ് കറാഹത്താണ്. നേരെ മറിച്ച് ദിക്ർ അല്ലാത്ത മറ്റു സംസാരം ആണെങ്കിലോ അത് പുറപ്പെടുന്ന സമയത്തേ കറാഹത്താവുള്ളൂ, അല്ലാത്ത സമയത്ത് കറാഹത്തല്ല എന്ന് അത് പറഞ്ഞല്ലോ നേരത്തെ.
എന്നാൽ വേറെ അഭിപ്രായം കേട്ടോ, നമ്മുടെ കിതാബിത്തന്നെ വേണം. വേറെ ചില ഇമാമികൾ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ മദ്ഹബിൽപ്പെട്ട ഇമാമികൾ അത് എങ്ങനെ ആയാലും പിന്നെ ഇനി പുറപ്പെടുന്ന സമയത്ത് അല്ലെങ്കിലും അതിന്റെ മുമ്പാടിന് ശേഷമാണെങ്കിലും മറ്റു സംസാരങ്ങളും കറാഹത്ത് തന്നെയാണ്. കാരണം ആ അവസ്ഥ അല്ല നോക്കുക, സ്ഥലമാണ് പരിഗണിക്കേണ്ടത് എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട്, പക്ഷെ അതല്ല പ്രബലമായ അഭിപ്രായം ഞാനിപ്പോ ഈ പറഞ്ഞതാണ്. അപ്പൊ എന്താ ഞാൻ പറഞ്ഞത്, അതിന്റെ ഇടയിൽ കൂടി അല്ലേ ഉസ്താദ് ഉളു എടുക്കുമ്പോൾ തലമുടിനെ കുറിച്ച് ഹംബലി മദ്ഹബ് പ്രകാരം തല മുഴുവൻ തടവൽ നിർബന്ധമാണ്, തലയിൽപ്പെട്ടതാണ് ചെവിയും. അപ്പൊ മാലിക്കി മദ്ഹബ് അനുസരിച്ച് തല മുഴുവൻ തടവൽ നിർബന്ധമാണല്ലോ അല്ലെ. അപ്പൊ ആ തല തടവൽ സഹിയാവണം എന്ത് വേണം, അവന്റെ തലയുടെ പരിധിയിൽപ്പെട്ട എല്ലാ സ്ഥലത്തേക്കും വെള്ളം ചെല്ലണം, അവന്റെ കൈ എത്തണം എല്ലാ സ്ഥലത്തേക്കും. അപ്പൊ തല മുഴുവൻ തടവണം. ചെവിയാണ് എങ്ങനെ തടഞ്ഞാൽ പോരാ, ചെവിന്റെ ഉള്ളും പുറവും ഒരു സ്ഥലവും കയ്യെത്താതിരിക്കാൻ പാടില്ല, ആ രീതിയിൽ തടവണം മാലിക്കി മദ്ഹബ് പ്രകാരം. അങ്ങനെ ചെയ്ത് നമ്മുടെ മദ്ഹബിൽ സുന്നത്താണ്. തല മുഴുവൻ തടവുക സുന്നത്താണ്, ചെവിന്റെ ഉള്ളും പുറക്കെ തടവുക നമ്മുടെ മദ്ഹബിൽ സുന്നത്താണ്. ഇങ്ങനെ ഒരാൾ ചെയ്തു, നമ്മൾ സാധാരണ അങ്ങനെ ചെയ്തു നിൽക്കുക അല്ലേ, നമ്മൾ സാധാരണ അങ്ങനെ ചെയ്തു. അങ്ങനെ നിസ്കാരം പിന്നെ നമുക്ക് ഇങ്ങനൊക്കെ അങ്ങനെ എല്ലാ മദ്ഹബിലും പരിഗണിക്കപ്പെടുന്ന രീതിയിൽ നമ്മൾ ഒന്നു ചെയ്തു. നമ്മുടെ മദ്ഹബിലെ എല്ലാ സുന്നത്തും എടുത്തുകൊണ്ട് നമ്മൾ ഒന്നു ചെയ്തു നിൽക്കുക. എന്നാൽ ഇനി നമുക്ക് നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് ചിലപ്പോഴേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറേണ്ടി വരും അല്ലേ. ഉദാഹരണം പറയാണ്ട്, ഞാൻ ഇവിടെ പള്ളിക്ക് ഖുതുബക്ക് പോകാറുണ്ട്. അപ്പൊ അവിടെ ഞാൻ ആ പോണ സ്ഥലം മാത്രമല്ല, ഇനിയിപ്പോ ഇവിടെ ഏത് പള്ളിയിലാണ് ശരി, ഈ മഹല്ലുകാരായ 40 പേരുണ്ടാവില്ല ജുമാക്ക് നിസ്കരിക്കാൻ ഉണ്ടാവില്ല അല്ലെ, ഉണ്ടാവൂല. ഈ മഹല്ലുകാരത് എന്ന് പറഞ്ഞാൽ ഈ ഇമാറാത്തുകൾ എന്ന് പറഞ്ഞ പോരല്ലോ, ആ മഹല്ലിന്റെ ഒരു ജുമാ നിർത്തി ആ മഹല്ലിന്റെ പരിധി ഉണ്ടാകുമല്ലോ, ആ പരിധിയിൽ പെട്ട 40 പ്രായപൂർത്തിയെത്തിയ പുരുഷന്മാർ വേണ്ടേ. അതിവിടെ അധിക പള്ളികൾ ഉണ്ടാവൂല. എന്നാ മാലിക്കി മദ്ഹബ് പ്രകാരം 12 പേര് ഉണ്ടാവണം, 12 ആൾ വേണം. എന്നാ 12 പേരും ഉണ്ടാവാറില്ല. അറബികൾ ഉണ്ടാവും, അത് ആ മഹല്ലിൽപ്പെട്ടവരുണ്ടാവില്ല, അവിടുന്ന് ഇവിടുന്നൊക്കെ വന്നവരായിരിക്കും. പിന്നെ ഇനിയിപ്പോ അവിടെ എങ്ങനെ ജുമാ സഹിയാകുക? ഒരു മദ്ഹബ് അനുസരിച്ചും സഹിയാവില്ലല്ലേ. മാലിക്കി മദ്ഹബ് അനുസരിച്ചും പറ്റൂല, ഹംബലി മദ്ഹബ് അനുസരിച്ച് 40 പേരാണ് ഹംബലി മദ്ഹബ് അനുസരിച്ചാണ്. ഷാഫി മദ്ഹബ് പോലെ തന്നെയാണ് ഹംബലി മദ്ഹബും. ഷാഫി മദ്ഹബിൽ 40 ആൾ വേണം, ഹംബലി മദ്ഹബിൽ 40 ആൾ വേണം, മാലിക്കി മദ്ഹബിൽ 12 പേര് വേണം. ഏത് ആ മഹല്ലിക്കാരായ ആളുകൾ വേണം ഈ പറഞ്ഞതൊക്കെ. ഇനിയിപ്പോ എങ്ങനെപ്പെട്ട ജുമാഅത്തെ സഹിയാകുക? പക്ഷെ ഹനഫി മദ്ഹബിലെ വേണമെന്നില്ല. ഹനഫി മദ്ഹബിൽ ഇമാമും ജമാഅത്ത് ആയിട്ട് നടന്നാൽ മതി, അത് ആ മഹല്ലിക്കാരായ ആളുകൾ വേണമെന്നൊന്നുമില്ല ഹനഫി മദ്ഹബില്. അപ്പൊ കണ്ടില്ല അല്ലെ, അൽഹംദുലില്ലാ. അപ്പൊ നമ്മൾ ജുമാഅത്ത് പോകുമ്പോ ഞാൻ ഇപ്പോൾ അവിടെ നിസ്കരിക്കുന്നത് ഹനഫി മദ്ഹബ് പ്രകാരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പക്ഷെ നമ്മുടെ ജുമാ സഹിയാണ് എന്തുകൊണ്ട് ഹനഫി മദ്ഹബ് പ്രകാരം സഹിയാവുന്ന ഒരു ഒന്നുവെങ്കിലും നമ്മൾ എടുക്കണ്ടേ. ഹനഫി മദ്ഹബ് പ്രകാരം സഹിയാവുന്ന ഒരു ഒന്നുവെങ്കിലും നമ്മൾ എടുക്കണ്ടേ. നമ്മൾ തലേന്ന് ലേശം നമ്മുടെ ഷാഫി മദ്ഹബ് നമ്മുടെ കേരളീയരുടെ ഒരു പ്രത്യേകത അല്ലേ, എല്ലാ സുന്നത്തും എടുക്കും. ഉണ്ടാക്കുമ്പോ മുൻകൈ കഴുകേണ്ടത് സുന്നത്താണ്, വായിൽവളം കൊപ്പിക്കേണ്ടത് സുന്നത്താണ്, എല്ലാ അവയവങ്ങളും 3 പ്രാവശ്യം കഴുകേണ്ടത് സുന്നത്താണ്. തല തടന്നോടത്ത് മാത്രമേ ബാഹിൽ തരണ്ട് നമുക്ക് ഒരു തൊട്ട് അരച്ചല് അതല്ല. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, നമ്മുടെ മദ്ഹബിൽ സുന്നത്താണ് ഏത് തല മുഴുവൻ തടവുക എന്നുള്ളത്. അപ്പൊ ആ രീതിയിൽ തല മുഴുവൻ തടവിക്കൊണ്ട് അണ്ട് ഒന്നുകൊടുത്താലോ. അപ്പൊ നമുക്ക് ഇനി ഹനഫി ആണെങ്കിൽ ഹനഫി ആവാം, ഹംബലി ആണെങ്കിൽ ഹംബലി ആവാം, മാലിക്കി ആണെങ്കിൽ മാലിക്കി ആവാം അല്ലെ. അപ്പൊ അത് നമ്മുടെ ഒന്നുണ്ടാക്കുമ്പോ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് അർത്ഥം. പിന്നെ അപ്പോൾ നിസ്കാരത്തിൽ കരുതാണോ, നിസ്കാരത്തിന്റെ മുമ്പോ നിസ്കാരത്തിന് ശേഷമോ നിസ്കാരത്തിൽ വെച്ചൊക്കെ കരുതാം. ഇങ്ങനെ നിസ്കാരം കഴിഞ്ഞ ശേഷം കരുതാനാ. ഞാനിപ്പോ നിസ്കാരം കഴിഞ്ഞ ശേഷം ഇവിടെ ഇങ്ങനൊക്കെ ഒരു പ്രശ്നമുണ്ടല്ലോ, അപ്പൊ കരുതാൻ അതുകൊണ്ട് ഞാനിപ്പോ നിസ്കരിച്ചത് ഹംബലി മദ്ഹബ് പ്രകാരം ആയിക്കോട്ടെ അല്ലെങ്കിൽ മാലിക്കി മദ്ഹബ് പ്രകാരം ആയിക്കോട്ടെ, അങ്ങനെ ആ അമല് ചെയ്തതിന് ശേഷം ഏതൊരു അമലാണ് ശരി, ആ അമല് ചെയ്തപ്പോഴാണ് ഇത് നമ്മുടെ മദ്ഹബ് അനുസരിച്ച് ഇപ്പൊ ആ അമല് ശരിയായിട്ടില്ലല്ലോ എന്നുള്ള തോന്നല്. എന്നാ വേറെ മദ്ഹബ് അനുസരിച്ച് അത് സഹിയാവും നിൽക്കുക. എന്നാ ഞാനിപ്പോ ചെയ്തത് അങ്ങനെ ആയിക്കോട്ടെ. ബഹുമാനപ്പെട്ട അബൂ യൂസുഫ് റഹ്മത്തുള്ളാഹി അലൈഹി, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഹനഫി മദ്ഹബിലെ പ്രധാനപ്പെട്ട ഒരു ഇമാമാണ് അബൂ യൂസുഫ് റഹ്മത്തുള്ളാഹി അലൈഹി. അറിയാലോ അല്ലെ. പിന്നെ മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹിം അബൂ യൂസുഫ് റഹ്മത്തുള്ളാഹി അലൈഹിം, ഇവർ രണ്ടുപേരാണ് ഹനഫി മദ്ഹബിലെ വളരെ പ്രധാനപ്പെട്ട 2 ഇമാമുമാര്. അബൂ യൂസുഫ് റഹ്മത്തുള്ളാഹി അലൈഹി എന്ത് ചെയ്ത്,
അദ്ദേഹത്തിന് ജനാബത്തുണ്ടായി. ആ ജനാബത്ത് കുളിച്ചിട്ട് എന്ത് ചെയ്ത് അദ്ദേഹം പള്ളി ജുമാക്ക് പോയി. ജുമാക്ക് പോയിട്ട് അദ്ദേഹം ഖുതുബ നിർവഹിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഒരാള് പറഞ്ഞ്, നിങ്ങളാ കുളിച്ചല്ലോ, ആ കുളിച്ച വെള്ളത്തില് ഒരു എലി ചത്തെറിഞ്ഞിരുന്നു പറഞ്ഞു. അതാണെങ്കിലോ 2 കുളത്തിനേക്കാൾ താഴെയുള്ള വെള്ളമാണ്. ഒരു ചാടിയിൽ നിന്നാണ് അദ്ദേഹം കുടിച്ചത്. ചാടിയില്ല, ഒരു വെള്ളം സൂക്ഷിച്ചു വെക്കണ പഴയ കാലത്തുള്ള അറിയാലോ, മണ്ണുണ്ടാക്കിയ ചാടി എന്നൊക്കെ അറിയാം ഞങ്ങളുടെ ഭാഗത്തൊക്കെ, കുയിലാളി ചാടി എന്നൊക്കെ പറയും. അപ്പൊ അതിലിരുന്ന് വെള്ളം ഉണ്ടായിരുന്നത് റമ്മ് അതിലെ വെള്ളം ഉണ്ടായിരുന്നു. അതിലെ 2 കുലത്തിലില്ല. അദ്ദേഹം ജനാബത്ത് കുളിച്ച് പള്ളിയിൽ പോയി ജുമാക്ക് ഖുതുബ നിർവഹിച്ച് നിസ്കാരം കഴിഞ്ഞ് വന്നതിന് ശേഷം ഒരാളിങ്ങനെ പറഞ്ഞത്, നിങ്ങളുടെ വെള്ളം കുളിച്ച വെള്ളത്തിൽ ഇങ്ങനെ ഉണ്ട് ചെലിയ ചെത്ത് കറിഞ്ഞെന്ന്. അപ്പൊ മൂപ്പര് പറഞ്ഞ് എന്നായിക്കോട്ടെ, നമ്മുടെ ഇഖ്വാനിയങ്ങള് തകയ്യുണ്ടെങ്കിലേ പിന്നെ പറ്റാത്തോളെന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോ ആ മദ്ഹബാണ് പറഞ്ഞ മൂപ്പര്. മാലിക്കി മദ്ഹബ് അനുസരിച്ച് 2 കുലത്തിനേക്കാൾ താഴെയുള്ള വെള്ളമാണെങ്കിലും അത് നജസാവണെങ്കിൽ എന്ത് വേണം? നജസ് വെറും മുലാഖാത്തു നജാസത്ത് കൊണ്ട് നജസാവൂല, പിന്നെ ആ നജസ് കാരണം വെള്ളം പകർച്ച വേണം, എന്നാലേ നജസാവുള്ളൂ എന്നാണ് മാലിക്കി മദ്ഹബ്. അതുകൊണ്ട് നമ്മുടെ ഇഖ്വാനികൾ അങ്ങനെ പറയണ്ടല്ലോ, ഞാനിപ്പോ കുളിച്ചതാണ് ആയിക്കോട്ടെ മൂപ്പര്. കണ്ടില്ലേ? അപ്പോ അത് നമസ്കാരം കഴിഞ്ഞ് വന്നതിന് ശേഷമാണല്ലേ ഖുതുബൊക്കെ നിർവഹിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞ് അതിന് ശേഷമാണ് മൂപ്പര് മാലിക്കി മദ്ഹബ് തഖ്ലീദ് ചെയ്തത്. കഴിഞ്ഞ അമലിനെ സംബന്ധിച്ച് മാലിക്കി മദ്ഹബ് അപ്പഴാ തഖ്ലീദ് ചെയ്യണത്. അപ്പൊ അങ്ങനെ പറ്റുന്ന സ്ത്രീകൾക്ക് ജനാബത്ത് എങ്ങനെ ഉണ്ടാവും? കുറച്ചെന്ത് വായിക്കാൻ വയ്യല്ലോ, ഇത് കുട്ടികളൊക്കെ കേൾക്കുന്നവരുണ്ടാവേ. ഞാൻ ശേഷമുള്ള വായിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. സ്ത്രീകൾക്ക് എങ്ങനെ ജനാബത്ത് ഉണ്ടാവുന്നത്? സ്ത്രീകൾക്ക് ജനാബത്ത് പറയാൻ പറ്റൂലല്ലേ, കുട്ടികളൊക്കെ ഒന്ന് മാറ്റി നിർത്തിക്കാളി, അതാണല്ലേ. കാരണം ഇപ്പൊ ചോദിച്ചത് മറുപടി ഞങ്ങൾക്ക് പറയണമല്ലോ. സ്ത്രീകൾക്ക് ജനാബത്ത് എങ്ങനെ ഉണ്ടാവും? ലിംഗം അവരുടെ യോനിയിൽ പ്രവേശിച്ചു നിൽക്കുക. ഹഷ്ഫ, അതിന്റെ ആ വട്ടക്കണ്ണിന്റെ അല്ലോ, അത് സ്ത്രീകളുടെ യോനി ബിന്ദുവാരത്തിലോ പ്രവേശിച്ചു. ബിന്ദുവാരത്തിൽ പ്രവേശിപ്പിക്കൽ ഹറാമാണ്. ഇനി അത് പ്രവേശിപ്പിച്ചു, എന്നാലും ജനാബത്ത് അവൾക്ക് പിന്നെ വലിയ ശുദ്ധി ഉണ്ടായി, പിന്നെ കുളിക്കണം. അതല്ലെങ്കിലോ അവൾക്ക് സ്ഖലനമുണ്ടായി, അവൾക്ക് ഇന്ദ്രിയം പുറപ്പെട്ടു. അപ്പൊ സ്ത്രീക്ക് ഇന്ദ്രിയം ഉണ്ടല്ലോ, അതൊക്കെ വേറെ വിഷയം. സ്ത്രീകൾക്ക് എന്തോന്ന് പുറപ്പെടുന്നുണ്ടെങ്കിൽ അത് ആ വിഷയത്തിൽ സംശയമൊന്നുമില്ലല്ലോ അല്ലേ. അതിന്റെ പേരെന്താണുള്ളതാണ് വിഷയം. അത് പുറപ്പെട്ടാൽ എന്ത് വേണം? ഒതു വേണം, അല്ല പിന്നെ വലിയ ശുദ്ധി ഉണ്ടാവും. അത് സ്ത്രീക്കും പുരുഷനൊക്കെ തന്നെയാണ്. നമ്മൾ ഇമാമിങ്ങൾ അവിടെ കിതാബിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പുരുഷന്റെ ഇന്ദ്രിയത്തിന്റെ അടയാളം പറഞ്ഞിട്ടുണ്ടല്ലേ, അതിന് കോഴിമുട്ട വെള്ളന്റെ വാസന ഉണ്ടാവും, ഗോതമ്പമാവിന്റെ വാസന ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. അതേ വാസന ഉള്ള സാധനം സ്ത്രീക്ക് പുറപ്പെട്ടു നിൽക്കുക, എന്നാൽ അവൾക്ക് കുളി നിർബന്ധമാണ്. അതാണ് അതിന്റെ കണക്ക്. അപ്പോ വിരൽ പ്രവേശിപ്പിച്ചാലോ സംയോഗം ചെയ്താലോ കുളി നിർബന്ധമാകും, അല്ല സ്വയംഭോഗം ചെയ്താലോ കുളി നിർബന്ധമാകുമോ? ഇല്ല. സ്ത്രീ അവളുടെ ഗുഹ്യസ്ഥാനത്തിലേക്ക് അവളുടെ വിരൽ പ്രവേശിപ്പിച്ചു, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തു പ്രവേശിപ്പിച്ചു, അതുകൊണ്ടൊന്നും കുളി നിർബന്ധമാവൂല. ആ വിരൽ പ്രവേശിപ്പിച്ചത് മൂലം അല്ലെങ്കിൽ മറ്റു വസ്തുക്കളെ പ്രവേശിപ്പിച്ചത് മൂലം അവൾക്ക് സ്ഖലനമുണ്ടായി നിൽക്കുക, എന്നാൽ കുളി നിർബന്ധമാകും. നേരെ മറിച്ച് ലിംഗമാണ് പ്രവേശിപ്പിച്ചത്, സ്ഖലനം ഉണ്ടായില്ല നിൽക്കുക, എന്നാൽ കുളി നിർബന്ധമാവുകയും ചെയ്യും. അത്ര മതി, അത്ര വിശദീകരിച്ചാൽ മതി. ഇപ്പോ കൂടുതൽ വിഷയം അങ്ങനെ അല്ലാതെ പറയാൻ വയ്യ. കുളിക്കുമ്പോൾ നീയത്ത് മറന്നാൽ എന്താണ് പ്രതിവിധി? കുളിക്കുമ്പോൾ നീയത്ത് ചെയ്തിട്ടുള്ള ആൾ ഉറപ്പാണെങ്കിൽ പിന്നെ എന്ത് വേണം? പിന്നെ ആ കുളി സഹിയായിട്ടില്ല. നേരെ മറിച്ച് കുളി പിന്നെ സംശയമാണ് നിൽക്കുക, കുളിയൊക്കെ കഴിഞ്ഞിട്ട് സംശയമാണ്. ആ സംശയത്തിനല്ല കുളി കഴിഞ്ഞില്ലേ. അതേസമയത്ത് അല്ല അവൾക്ക് എന്തുണ്ടായി, അല്ല അവളെന്നല്ല ആരാണ് ശരി, നിയത്ത് ചെയ്യാതെയാണ് കുളിച്ചത് എന്ന് അറിഞ്ഞു എപ്പോൾ? കുളി കഴിഞ്ഞ ശേഷം. എന്നാൽ പിന്നെ ആ കുളി സഹിയായിട്ടില്ല, പിന്നെ നിയത്തോടു കൂടി വീണ്ടും കുളിക്കാം. സ്വപ്നം സ്ഖലനം സംഭവിച്ചത് കൊണ്ട് കുളിച്ചു, ആ കുളി നിയത്ത് വെക്കാൻ മറന്നു എങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? നിയത്ത് വെച്ചിട്ടുള്ള കാര്യം ഉറപ്പാണ് എങ്കിൽ ആ കുളി സഹിയാകില്ല. ഞാൻ വലിയ ശുദ്ധിയെ ഉയർത്തുന്നു എന്ന നിയത്തില്ലാതെയാണ് ഒരാൾ കുളിച്ചു നിൽക്കുക. അതിപ്പോ ആ സമയത്ത് അങ്ങനെ അങ്ങോട്ട് പറഞ്ഞൊന്നുമില്ല.
ഒരാൾക്ക് സ്വപ്നസ്ഖലനം ഉണ്ടായി, അങ്ങനെ അയാൾ കുളിക്കാൻ പോണത് അത് ആ സ്ഖലനം കാരണം, ആ സ്ഖലനത്തെ സംബന്ധിച്ചിട്ട് അത് കാരണം ഉണ്ടായ വലിയ ശുദ്ധി എത്താൻ വേണ്ടി കുളിക്കാൻ പോവുകയാണ് ഞാൻ, അപ്പൊ അങ്ങനത്തെ കരുതിയാൽ മതി, അങ്ങനെ കരുതിയാൽ മതി. അതല്ലാതെ ആ വെള്ളം മുക്കി പാറുന്ന സമയത്ത് തന്നെ കരുതി പോകണം എന്നൊന്നുമില്ല. നിയ്യത്തിന്റെ ശേഷമായിരിക്കണം അവന്റെ ശരീരത്തിൽ ആദ്യമായി നനയുന്നത് ഉണ്ടല്ലോ, അതോടുകൂടി ആ സ്ഥലത്തെ പിന്നെ വലിയ ശുദ്ധി വരികയും ചെയ്യും. അപ്പൊ അങ്ങനെയാണ്. ഉസ്താദെ, ഖുഫ തടവൽ എന്താ എന്നത് ഇപ്പോഴത്തെ സേഫ്റ്റി ഷൂ അതിൽ പെടുത്താൻ പറ്റുമോ എന്ന്. സേഫ്റ്റി ഷൂ എന്ന് പറഞ്ഞാൽ പറ്റതാണോ? നിര്യാണി മറന്നതാണെങ്കിലേ പറ്റും. അതാണോ എന്താണ് സേഫ്റ്റി ഷൂ? അതാണോ നിര്യാണി? ആ ഷൂ ധരിക്കുമ്പോ പിന്നെ പാദം മാത്രം മറഞ്ഞാൽ പോരാ, പിന്നെന്ത് വേണം? നിര്യാണിയും മറയണം. എന്നുവെച്ചാൽ ഒളു ചെയ്യുമ്പോൾ കാല് കഴുകുമ്പോൾ കഴുകൽ നിർബന്ധമായ സ്ഥലമില്ലേ, ആ സ്ഥലമൊക്കെ മറയുന്ന രീതിയിലുള്ള ഷൂ ആണ്. ആ ഷൂ ആണെങ്കിലോ അതിന്റെ ചുറ്റുഭാഗത്ത് നോക്കിയാലും മുകൾ ഭാഗത്ത് നോക്കിയാലൊന്നും ഈ ഞെരിയാന്റെ താഴ്ഭാഗത്തൊന്നും കാണും ചെയ്യൂല. അങ്ങനെയും വേണം. അതിന്റെ മുകൾ ഭാഗത്ത് കൂടെ നോക്കുകയാണെങ്കിലേ, അതിന്റെ പിന്നെ മുകൾ ഭാഗത്ത് കൂടെ നോക്കുകയാണെങ്കിൽ ഞെരിയാണിയോ ഞെരിയാന്റെ താഴ്ഭാഗമൊന്നും കാണാൻ പാടില്ല. അപ്പൊ ഞെരിയാണിയും ഞെരിയാണി താഴ്ഭാഗമൊന്നും മുകൾ ഭാഗത്ത് കൂടി നോക്കിയാൽ കാണാത്ത രീതിയിൽ മറയുന്ന സാധനമാണ് അത്. അതുകൊണ്ട് ഒറ്റയ്ക്ക് നടക്കാനും പറ്റും. കുറച്ച് നടന്നാൽ കീറൊന്നുമില്ല. ചെറിയ പിന്നെ ഷോക്സ് ഒന്നല്ല, നല്ല കട്ടിയുള്ളതാണ്. എന്നാൽ അത് ഖുഫയാണ്, അതിനുമേൽ തടവാവുന്നതാണ്. പിന്നെ യാത്രക്കാരാണെങ്കിൽ 3 ദിവസം അതിനുമേൽ തടവിയാൽ മതി. ആ കാല് കഴുകേണ്ടതില്ല ഒളു ചെയ്യുമ്പോൾ. നാട്ടിൽ തന്നെ താമസിക്കുന്ന ആളാണ്, യാത്രക്കാരെന്നല്ല നിൽക്കുക. എന്നാൽ ഒരു ദിവസം ഫുള്ളായിട്ട് അതിനുമേൽ തടവാം. അത് കാല് കഴുകേണ്ടതില്ല. കാല് കഴുകുന്നതിന് പകരം അതിന് അവിടെ തുടങ്ങാൻ അതിനെ തടവിയാൽ മതി. പക്ഷെ ചില നിബന്ധനകളൊക്കെ ഉണ്ട്. അതിപ്പോ ഇൻഷാ അല്ലാഹ് പരിഭാഷ കൊണ്ട് പറഞ്ഞാണല്ലോ. പിന്നെ ഉസ്താദെ, ഹുഫയുടെ മറ്റൊരു സംശയം, ഹുഫ തടവുന്നതിൽ എല്ലാ മദ്ഹബും ഷർത്തുകൾ ഒരുപോലെയാണോ? മിലിറ്ററിയിൽ ജോലിയുള്ള ഒരാൾ ചോദിച്ചതാണ്. മറ്റൊരു ആള് എല്ലാ മദ്ഹബും അങ്ങനെ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ട്. ആ വിഷയത്തില് അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ട്. ഹനഫി മദ്ഹബിൽ ഇപ്പോൾ മഷ്ഹൂറായ അഭിപ്രായം ഷോക്സുമേൽ തടവിയാൽ സഹിയാകുന്ന. അത് സാധാരണ ഷോക്സ് അല്ല, നല്ല കട്ടിയുള്ള ഷോക്സാണ് നിൽക്കുക. എന്ന് വെച്ചാൽ അത് മാത്രം ധരിച്ചുകൊണ്ട് നടക്കാൻ സാധിക്കും ഒരാൾക്ക്. കുറച്ച് നടക്കുമ്പോഴത്തേക്ക് കീറൂല. അങ്ങനത്തെ നല്ല കട്ടിയുള്ള ഷോക്സ് ആണെങ്കിൽ അതിന് മേൽ തടവാം എന്നാണ് ഹനഫി മദ്ഹബിലെ മഷ്ഹൂറായ അഭിപ്രായം. മഷ്ഹൂറായ അഭിപ്രായം എന്നല്ല, ഇന്ന് അവരുടെ മദ്ഹബില് പിന്നെ അതനുസരിച്ചാണ് അമല്. അങ്ങനത്തെ അഭിപ്രായം അതാണ്. പിന്നെ വേറെ മദ്ഹബിൽ അങ്ങനെ അഭിപ്രായം ഇതൊക്കെ ഉണ്ട്, മറ്റു മദ്ഹബിലെ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ട്. നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ഒന്ന് അറിയണം, എന്നാലേ അതിനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. ഏതായാലും ശരി, ഖുഫ തടവ സഹിയാണ് എങ്കിൽ എന്ത് കാണിച്ചിട്ടുണ്ടോ, ആ ഖുഫ ധരിക്കുന്നതിന് മുമ്പ് പൂർണ്ണമായ ഒളു എടുക്കണം. പൂർണ്ണമായ ഒളു എന്ന് പറഞ്ഞാലേ കാല് കഴുകിക്കൊണ്ടുള്ള ഒരു ഒളു ആദ്യം എടുക്കണം. ശരിക്കൊരു ഒളു എടുത്തു, കാലൊക്കെ ശരിക്കും കഴുകി, കാല് കഴുകിക്കൊണ്ടുള്ള ഒരു ഒളു എടുത്തു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, അവൻ ഖുഫ ധരിക്കുന്നു. ആ ധരിക്കുന്ന ഖുഫയാണെങ്കിൽ ഈ പറഞ്ഞ നിബന്ധനകളൊക്കെ ഒത്തതാണ്. നല്ല കട്ടിയുള്ളതാണ്, നെരിയാണി അടക്കം ശരിക്കും അറിയുന്നതാണ്. അങ്ങനത്തെ ഖുഫ അവൻ ധരിച്ചു. ഇപ്പൊ ദുഹർക്ക് എന്ത് ചെയ്ത് അവൻ അങ്ങനെ ഒളുക്കെ എടുത്ത് അങ്ങനെ ആ ഖുഫ ധരിച്ചു. ഇനി അസർക്ക് അവന്റെ ഒളു മുറിഞ്ഞിട്ട് നിൽക്കുക. എന്നാൽ ഇനി എന്ത് വേണ്ട, ഇനി അസർ നിസ്കരിക്കുമ്പോൾ ഒളുണ്ടാക്കുമ്പോ ചെവി തടവിൽ കഴിഞ്ഞിട്ട് ഇനി കാല് കഴുകണ്ട. അല്ല, കാല് കഴുകണ്ട. അവൻ എന്ത് ചെയ്താൽ മതി, കാല് കഴുകുന്നതിന് പകരം അവന്റെ ആ ഷോക്സിന്റെ അല്ല ആ ഖുഫന്റെ മേൽ തടവിയാൽ മതി. കുറച്ച് വെള്ളം നനച്ചിട്ട് എന്ത് ചെയ്യുക, അതിന്റെ മേലെ കുറച്ചും തടവിയാൽ മതി. പിന്നെ അങ്ങനെ മഗ്രിബിക്ക് അല്ലേ, മഗ്രിബിക്കോ ചെയ്താൽ മതി, ഇശാക്കും അങ്ങനെ ചെയ്താൽ മതി, പിറ്റേ ദിവസം സുബ്ഹിക്കും അങ്ങനെ ചെയ്താൽ മതി. ഇപ്പൊ 24 മണിക്കൂർ അങ്ങനെ ചെയ്യാം. യാത്രക്കാരല്ല എങ്കിൽ, യാത്രക്കാരാണെങ്കിലോ 3 ദിവസം അങ്ങനെ ചെയ്യാം. പക്ഷേ നേരെ മറിച്ച് അവൻ എന്ത് ചെയ്ത് ഖുഫ ഊരി നിൽക്കുക, അവൻ ഒന്നുണ്ടാക്കുകയാണ്. ആ ഒന്നുണ്ടാക്കുന്ന സമയത്ത് എന്ത് ചെയ്ത് അവന്റെ ഖുഫ ഊരിയഞ്ഞൊന്നും പറ്റൂല, അതിന്റെ മേൽ തടയാൻ പറ്റില്ല. അപ്പൊ ഞാൻ അതിനെ കാല് കഴുകുക തന്നെ വേണം. ഇത് ഊരാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പൊ ഇങ്ങനത്തെ ഒരു അക്രൂവ് ചെയ്തു നിൽക്കുന്നത്. ആ സമയത്ത് ഊരിയാലോ പറ്റില്ല, ഊരാൻ പാടില്ല. നിസ്കരിക്കുമ്പോഴും തന്നെ ഊരാൻ പാടില്ല. അത് ധരിച്ചുകൊണ്ടായിരിക്കണം അവൻ നിസ്കരിക്കേണ്ടത്. അഥവാ ഊരിയാലോ, ഊരപ്പിനെ കാല് കഴുകാൻ നിർബന്ധമാണ്. മനസ്സിലായല്ലോ അല്ലേ?
അല്ലാഹു റബ്ബി. പിന്നെന്താണ് ഇളവ് വല്ലതും? ഒരുപാട് എന്താണ് ഇങ്ങനെ ഒരുപാടുണ്ട്. ഒരു TM വന്നിട്ട് ഇങ്ങനെ ഇതൊക്കെ ഇവിടെ വായിച്ചെടുക്കുക. ഉസ്താദെ, എന്റെ ഭാര്യക്ക് കഴിഞ്ഞ വർഷം പ്രസവം കാരണം 21 നോമ്പ് നോൽക്കാൻ ബാക്കി ഉണ്ട്. ഇപ്പോൾ 6 മാസം പ്രായമുള്ളതും 2 വയസ്സ്. ആദ്യമായിട്ട് ഞാൻ ചോദിക്കട്ടെ, ഇദ്ദേഹം ഇവിടെ ഉണ്ടാ? ഈ ചോദിച്ച ആൾ ഇവിടെ ഉണ്ടെങ്കിൽ ഒരു എസ് അടിക്കണം. നമ്മളിതൊക്കെ വായിച്ചിങ്ങനെ മറുപടി പറയാൻ അവസാനം അല്ലേ? ഇദ്ദേഹം ഇവിടെ ഉണ്ടാ? ഒരുപാട് വായിക്കാണ്ടേ. ഈ ചോദ്യകർത്താവ് ഇവിടെ ഉണ്ടാ? ഇല്ല. ഉണ്ട്. മൂപ്പരുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ PM-ന്റെ മുകൾ ഭാഗം ആണ് ഞാൻ നോക്കണേ. അപ്പൊ താഴ്ഭാഗത്ത് എസ് അടിക്കുന്നുണ്ട്, ഞാൻ കാണുന്നു. ചിലപ്പോ കണ്ട്. അപ്പൊ അതങ്ങനെ ശ്രദ്ധിക്കാൻ. ഞാൻ പറഞ്ഞ ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞ ശ്രദ്ധിക്കണം. ഞാൻ ചോദിക്കുമ്പോ എസ് അടിക്കണോടത്ത് എസ് അടിക്കും, നോൺ അടിക്കണോടത്ത് നോ അടിക്കണം കേട്ടോ. എന്നാലും എനിക്ക് അത് ഇങ്ങനത്തെ ശരിയാവുള്ളൂ. അസ്സലാമു അലൈക്കും. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, എന്റെ ഭാര്യക്ക് കഴിഞ്ഞ വർഷം പ്രസവം കാരണം 21 നോമ്പ് നോൽക്കാൻ ബാക്കി ഉണ്ട്. ഇപ്പോൾ 6 മാസം പ്രായമുള്ളതും 2 വയസ്സ് ഉള്ളതുമായ 2 കുട്ടികൾ ഉള്ളത് കൊണ്ട് നോമ്പ് ഈ വരുന്ന റമളാന് മുമ്പ് ഖളാ വീട്ടാൻ പ്രയാസമാണ്. മുദ്ദ് കൊടുക്കാതിരിക്കാൻ വല്ല മാർഗം ഉണ്ടോ എന്നാണ് ചോദ്യം. ആക്കണ്ട്. ഞാനീ പറഞ്ഞ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഭാര്യക്ക് കഴിഞ്ഞ റമളാനിൽ പ്രസവിച്ച് കിടക്കുകയായിരുന്നു. ആ 21 നോമ്പ് ഖളാ ആയിട്ടുണ്ട്. ഈ 21 നോമ്പ് ഈ അടുത്ത റമളാനിന് മുമ്പായിട്ട് ഖളാ വീട്ടാൻ നിർബന്ധമാണ്. എപ്പോൾ? പിന്നെ നോമ്പ് നോൽക്കാനുള്ള സാഹചര്യം ഉണ്ടെങ്കിലാണ് നിർബന്ധമുള്ളത്. ഈ അടുത്ത റമളാനിന് മുമ്പായിട്ട് നോൽക്കണം എന്നുള്ളത്. അതേ സമയത്ത് അടുത്ത റമളാൻ വരേക്കും നിങ്ങളെ കുട്ടിക്ക് മുലകൊടുക്കുകയാണ് അല്ലേ? കുട്ടിക്ക് മുലകൊടുക്കുകയാണ്. ഈ കുട്ടിക്ക് മുലകൊടുക്കുന്നതിനോട് കൂടി അവർക്ക് നോമ്പ് നോൽക്കാൻ വയ്യ. എന്താ നോമ്പ് നോൽക്കാൻ വയ്യായിരിക്കാം? നോമ്പ് നോൽക്കിട്ട് അവർക്ക് ക്ഷീണം മറ്റൊക്കെ ബുദ്ധിമുട്ടൊക്കെയാണ്. മുല കൊടുക്കലും പിന്നെ നോമ്പും കൂടി ബുദ്ധിമുട്ടൊക്കെയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യമാണെങ്കിൽ ഈ റമളാനിന് മുമ്പായിട്ട് ഖളാ വീട്ടാൻ നിർബന്ധമില്ല. ഖളാ വീട്ടാൻ നിർബന്ധമില്ല. പിന്നെ അടുത്ത റമളാനിന് മുമ്പ് ഇനി സൗകര്യം ഉണ്ടാകുന്ന സമയത്ത് ഖളാ വീട്ടിയാൽ മതി. ഈ ഉൾദുർ നീങ്ങിയ ശേഷം ഖളാ വീട്ടിയാൽ മതി. അപ്പൊ ഇനി ഈ റമളാനിന്റെ മുമ്പായിട്ട് ഖളാ വീട്ടാത്തതിന്റെ പേര് മുദ്ദും കൊടുക്കണ്ട. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായ? ഈ പറഞ്ഞ നിങ്ങളെ കാര്യം മനസ്സിലാക്കണാന്ന്. പറഞ്ഞതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഒരു എസ് അടിക്കേ. മനസ്സിലാക്കണം. ഞാൻ PM-ലേക്കാ നോക്കണതേ. അതാണ്. നേരെ മറിച്ച് കരുതി കൂട്ടിയത് ഈ റമളാന്റെ മുമ്പായിട്ട് കഴിഞ്ഞ റമളാനിൽ നോമ്പ് ഖളാ ആയി. ഈ റമളാന്റെ മുമ്പായിട്ട് ഖളാ കൂട്ടാൻ സൗകര്യം ഉണ്ടായിരുന്നു. എന്നിട്ട് ഖളാ കൂട്ടിയില്ല നിൽക്കുക. എന്നാൽ വേണ്ട അടുത്ത റമളാന് ശേഷം ഖളാ കൂട്ടിയാൽ മാത്രം പോരാ. പിന്നെ എന്തും വേണം? ഓരോ നോമ്പിനും ഓരോ മുദ്ദ് നൽകുകയും വേണം. ഇതല്ല. ഇത് ഈ റമളാനിൽ ഖളാ ആയി. അടുത്ത റമളാൻ വരേക്കും അവർക്ക് ഉസ്ർ അവിടെ നിലനിൽക്കുകയാണ്. എന്താ ഉസ്ർ? കുട്ടിക്ക് മുല കൊടുക്കുക എന്ന ഉസ്ർ അവിടെ നിലനിൽക്കുകയാണ്. കുട്ടിക്ക് മുല കൊടുക്കുന്നതിനോട് കൂടി സ്ത്രീക്ക് നോമ്പ് നോൽക്കാൻ വയ്യ എന്ന ഉസ്ർ അവിടെ നിലനിൽക്കുകയാണ്. ആ ഉസ്ർ കാരണമാണ് ഈ റമളാന്റെ മുമ്പായിട്ട് നോമ്പ് ഖളാ കൂട്ടാതിരുന്നത്. അപ്പോൾ അവിടെ ഇനി അടുത്ത റമളാന്റെ ശേഷം നോമ്പ് ഖളാ കൂട്ടിയാൽ മാത്രം മതി. മുദ്ദ് കൊടുക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായല്ലോ അല്ലേ? പിന്നെ മറ്റൊരു ഒന്നിച്ച് ഓഫീസിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളോട് പല കാര്യത്തിലും സംസാരിക്കൽ നിർബന്ധമാണ്. എന്നാൽ അവരോട് സലാം പറയാനോ സലാം മടക്കാനോ പറ്റുമോ? കാരണം ഇവിടെ ഒന്നിച്ച് ജോലി ചെയ്യുന്ന സ്ത്രീ ആവട്ടെ അല്ലാത്ത സ്ത്രീ ആവട്ടെ, അവൾ യുവതിയാണ്. അവൾ ഒറ്റക്കുള്ള അവസ്ഥയാണ് നിൽക്കുക. എന്നാൽ അവൾക്ക് സലാം ചെയ്യൽ കറാഹത്താണ്. നേരെ മറിച്ച് അവൾ ഇങ്ങോട്ട് സലാം ചെയ്തത് അവൾക്ക് ഹറാമുമാണ്. മനസ്സിലായ നിങ്ങൾക്ക്? അവൾ യുവതി വയസ്സറ്റൊന്നല്ല, അവൾ യുവതിയാണ്. അവളാണെങ്കിൽ ഒറ്റക്കാണ്. നിങ്ങളും അവളും ഒറ്റക്കേ ഉള്ളൂ.
അപ്പൊ ആ സമയത്ത് അവള് നിങ്ങൾക്ക് സലാം നിങ്ങൾ അവൾക്ക് സലാം ചെല്ലേണ്ട കറാഹത്ത. നേരെ മറ്റതല്ല, അവള് മാത്രമല്ല, വേറെ കുറെ ആൾക്കാരുണ്ട്, വേറെ പെണ്ണുങ്ങളുണ്ട്, അല്ലെങ്കിൽ വേറെ പുരുഷന്മാരൊക്കെ ഉണ്ട് അങ്ങോട്ടാ. എന്നാൽ ഒന്നാം സലാം ചെല്ലൽ കറാഹത്തല്ല. അവൾ ഒറ്റക്കാണ്, അവൾ യുവതിയാണ്, അപ്പോൾ സലാം ചെല്ലൽ കറാഹത്ത. പിന്നെ ഫോണിൽ പറ്റ ഇതിനൊക്കെ തന്നെയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സലാം ചെല്ലൽ അതൊരു തുടക്കാണതേ, സാധാരണ സംസാരത്തിന് മാതിരിയല്ല. ഒരു സ്ത്രീ വന്ന് ഓള് വന്ന് അസ്സലാമു അലൈക്കും വലൈക്കും സലാം എന്ന് പറഞ്ഞ് വർത്താനൊക്കെ തുടങ്ങുന്നതും ഒരു കാര്യം മാത്രം പറഞ്ഞു പോകുന്ന രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇതൊരു ഒരു അത് സലാമൊക്കെ ചെല്ലി പിന്നെ കുടിയത്തെ വർത്താനൊക്കെ ചോദിച്ചിങ്ങനെ അറിഞ്ഞ് അപ്പൊ അതിൽ ഒരു പ്രതീയത്തും ഒക്കെ അത് കൂടുതൽ വരും. അപ്പൊ അതൊരു ഫിത്നക്ക് കാരണമായി തീരും. ഒരു സാധാരണ സ്ത്രീകൾ സംസാരിക്കുമ്പോൾ തന്നെ പിന്നെ അവർ പരുഷമായി സംസാരിക്കണം എന്നാണ്, അതാണ് അവരുടെ മാന്യത എന്നാണ്. നമ്മുടെ ഒരു പെണ്ണിന്റെ വീട്ടിൽ നമ്മൾ ചെന്ന് നിൽക്കുക, അങ്ങനെ ചെന്ന് അവിടെ അന്നാള് കടണ്ട ഇല്ല. ഞാൻ എന്റെ വല്യപ്പയും കൂടി ഞാൻ ഒരു കാര്യം പറയാണ്. എന്റെ വല്യപ്പ ബഹുമാനപ്പെട്ട കെ കുഞ്ഞീദർ മുസ്ലിയാർ ഉണ്ടായിരുന്നു, അല്ലാഹു റഹ്മഹു. വലിയ ഫഖീഹായിരുന്നു, ഫഖീഹ് കുഞ്ഞീദർ മുസ്ലിയാർ എന്ന് പറയാറുണ്ടായിരുന്നു. വലിയ ഫഖീഹാണ് ആയിരുന്നു. ഞാനും അദ്ദേഹവും കൂടി ബഹുമാനപ്പെട്ട കെ ഉസ്താദിന്റെ വീട്ടിലൊരു കാര്യത്തിന് വേണ്ടി പോയതാണ്. ഒരു കാര്യത്തിന് അന്ന് ടെലിഫോൺ ഇതൊന്നും അങ്ങനെയില്ല. കെ ഉസ്താദിന്റെ പേരിലും ടെലിഫോണില്ല, നമ്മുടെ പേരിലും ടെലിഫോണില്ല. അന്ന് മൊബൈൽ ലോകത്തെവിടെയും മൊബൈലില്ല അല്ലേ. ഇനി ലാൻഡ് ഫോൺ ആണെങ്കിൽ തന്നെ അപൂർവം ചില സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒരു കാലാണെന്ന്. അപ്പൊ ഞാൻ ബഹുമാനപ്പെട്ട് വല്യപ്പിയും ഞാനും കൂടി അങ്ങനെ കേക്കുസ്താന്ന് ഞാൻ പട്ടിക്കാട് പഠിക്കുകയാണ്. അന്ന് അങ്ങനെ കേക്കുസ്താദിന്റെ വീട്ടിൽ പോയി അങ്ങനെ എന്താ ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കി. അപ്പൊ ഒരു കുട്ടിയാണ് വരുന്നത്. ഒരു കുട്ടി എന്താന്ന് ചോദിച്ചു. വീട്ടിന്റെ വാതിലിന്റെ അപ്പൊ കുട്ടിനെ കാണാനൊന്നുമില്ല, ഒരു കുട്ടിയുടെ ശബ്ദം കേട്ടത്. അപ്പൊ ഞങ്ങളങ്ങനെ ഇന്നോടത്തുനിന്ന് വരികയാണ്. കാട്ടിപ്പറ്റുന്നാണ്, കുഞ്ഞീദർ മുസ്ലിയാരാണ്. എന്റെ പേര് ഞാൻ ഉസ്താദിന്റെ ശിഷ്യനാണല്ലോ. അപ്പൊ ഞങ്ങൾ വന്നത് എന്റെ കാര്യങ്ങൾ പറഞ്ഞു. ഇവിടെ ഇല്ല മാത്രമാണ്. ഇവിടെ ഇല്ലാന്ന് പറഞ്ഞ ആളെയാണ് കുട്ടീനോട് ഇങ്ങനെ പതുക്കനെ പറഞ്ഞേക്കുണ്ട്. ഇവിടെ ഇല്ലാന്ന് പറഞ്ഞ ആളെയാണ്. അപ്പൊ ആ കുട്ടി പറഞ്ഞു ഇവിടെ ഇല്ലാന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ എവിടെയെന്ന് ചോദിച്ചു. അപ്പൊ പിന്നെ ആ കുട്ടിനോട് പട്ടിക്കാടാന്ന് പറഞ്ഞ ആളെ അറിഞ്ഞു. പട്ടിക്കാടാണ്. അപ്പൊ ആ കുട്ടി പറഞ്ഞു പട്ടിക്കാടാണ്. പിന്നെ ഞങ്ങൾ എന്തൊക്കെ ചോദിച്ചു, അതിനൊന്നും പിന്നെ മറുപടിയും പറഞ്ഞില്ല. അപ്പൊ ഞങ്ങൾ മടങ്ങിപ്പോന്ന്. പിന്നെ ഞങ്ങൾ രണ്ട് മനുഷ്യന്മാർ ദൂരെ നിൽക്കുന്ന പോയിട്ട് ആടെ പോട്ടെ പിന്നെയും പോലെ ചോദിക്കാണ്. പിന്നെ അതിനൊന്നും മറുപടി പിന്നെ അപ്പത്തെ ഇത് പറഞ്ഞിട്ട് അവരെ അകത്ത് പോയി. പിന്നെ അതിന് മറുപടിയും കേട്ടില്ല. ഇതിപ്പോ നമ്മളിപ്പോലെ അതിപ്പോ എന്താ അങ്ങനെ കേക്കുസ്താദിന്റെ പിന്നെ ഞാൻ ഓരോ എന്റെ വിഷയം കഴിഞ്ഞില്ലല്ലേ. ഇവിടെ ഉണ്ടോ ഇല്ല, എവിടെയാണ് പട്ടിക്കാടാണ്. ഇനിയിപ്പോ എന്താ വേറെ ഒരു അന്യ മനുഷ്യന്മാർക്ക് ഇനി അവിടെ വേറെ സംസാരിക്കാനില്ലല്ലോ. ഇനി അവിടെ വേറെ സംസാരിക്കാല്ലേ. ഇനി നമ്മളവിടെ തിരിച്ചു പോരാന്നല്ലാതെ പിന്നെ അവിടെ അങ്ങനെ വേറെ ചോദിക്കാൻ നിൽക്കരുത്. വേറെ അങ്ങനെ ചോദിക്കാതെ നമ്മളാണ് പറയേണ്ടത്. അങ്ങനെ പിന്നെ ഞാന് പിറ്റത്താഴ്ച ഉസ്താദ് പട്ടിക്കാട് വന്നപ്പോ എന്നെ വിളിച്ചിട്ട് അങ്ങനെ തോന്നുന്നത്. ഉസ്താദ് നീയും വല്യപ്പയും കൂടി അവിടെ വീട്ടിൽ വന്നിരുന്നില്ലേ. ഞാൻ അവിടെ ആണുങ്ങളില്ലാത്തതിന്റെ പേരിൽ നിങ്ങൾക്കൊന്നും വേണ്ടൊന്നും ചെയ്തു തരാൻ പറ്റിയില്ലല്ലേ എന്ന് പറഞ്ഞു ഒരു ഉസ്താദ്. അവിടെ ആണുങ്ങളില്ലാത്തതിന്റെ പേരിൽ ഒന്നും ചെയ്തു തരാൻ പറ്റിയില്ലല്ലേ ഉസ്താദ്. അപ്പൊ അങ്ങനെ തന്നെ വേണ്ടത്. നമ്മുടെ ഒരു വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾ എന്ത് ചെയ്യണം, ഇങ്ങനെ മൈറ്റി വർത്താനം പറയും. അങ്ങനെ ഉണ്ടല്ലേ നമ്മുടെ പറഞ്ഞൊരു മൈറ്റി വർത്താനം പറിച്ചിട്ട്. അവിടെ ഇല്ല, ഇവിടെ ഇല്ല, നിങ്ങൾ എവിടുന്നാ വരണേ? ഞങ്ങൾ എവിടുന്ന ഇരിക്കി അല്ല എന്നൊരു വെള്ളം കുടിച്ച് പോവാ. അതൊക്കെ ആണുങ്ങളാണ് പറയേണ്ടത്. പെണ്ണുങ്ങളാണെന്ന് പറയാൻ കരുത്. പെണ്ണുങ്ങൾ വേഗം കാര്യം പറയാൻ വേഗത്ത് പോവുക, പിന്നെ ചോദിക്കാനായിട്ട് മുണ്ടാതിരിക്കുക. അതന്നെയാണ് ഇത്. നല്ല സ്വഭാവമാണ്. കാരണം ഹൃദയത്തിൽ രോഗമുള്ളവരുണ്ടാവും അല്ലേ. ഹൃദയത്തിൽ രോഗമുള്ളവരുണ്ടാകും. അവർക്ക് പിന്നെ ആ രോഗമുള്ളതിനോട് കൂടി ഇബ്ലീസിന്റെ ഒരു സഹായം കൂടി ഉണ്ടായാൽ പിന്നെ ഒക്കെ എളുപ്പമാണ്. അപ്പൊ ആ വാദം തന്നെ ആദ്യം അടച്ചിടുക. അപ്പൊ കാര്യം പറയാം, പെണ്ണുങ്ങളകത്ത് പോകും. അതാണ് ഏറ്റവും നല്ല സ്വഭാവം. അപ്പോ ശുക്രൻ ജസീലൻ ഉസ്താദെ, മുദ്ദ് കൊടുക്കണം എന്ന് മറ്റൊരു ഉസ്താദ് പറഞ്ഞിരുന്നു. ഉസ്താദ് ഇതിങ്ങനെ ആയിരിക്കും. ഞാനിപ്പോ എന്റെ വിശദീകരണം പറഞ്ഞല്ലോ.
അതിന്റെ വിശദീകരണം പറഞ്ഞല്ലോ. അപ്പൊ അതാണ് അതിന്റേത്. ഈ അടുത്ത റമദാൻ വരേക്കും നിങ്ങളുടെ ഭാര്യയ്ക്ക് നോമ്പ് നോൽക്കാതിരിക്കാനുള്ള റിസർവുണ്ട്. കാരണം കുട്ടിക്ക് മുരട് കൊടുക്കുകയാണ്. ആ കുട്ടിക്ക് മുരട് കൊടുക്കുന്നതിനോട് കൂടി അവൾക്ക് നോമ്പ് നോൽക്കാൻ പ്രയാസമുണ്ട്. അത് കാരണമാണ് നോമ്പ് നോൽക്കാതിരിക്കുന്നതെങ്കിൽ അടുത്ത റമദാന്റെ മുമ്പായിട്ട് അടുത്ത റമദാൻ ശേഷം നോമ്പ് കലാ കൂട്ടിയാൽ മാത്രം മതി, മുദ്ദ കൊടുക്കണ്ട. നേരെ മറ്റ് നോമ്പ് നോൽക്കാൻ കലാ കൂട്ടാൻ സൗകര്യം ഉണ്ടായിരുന്നു, അതോടുകൂടി നോൽക്കാതിരുന്നാണ്. എന്നാൽ അടുത്ത റമദാൻ ശേഷം അടുത്ത റമദാൻ ശേഷമുള്ള അവസരത്തിലേക്ക് പിന്തിക്കൽ ഹറാമുമാണ്. പിന്നെ അവൾ നോമ്പ് കലാ കൂട്ടും വേണം, അതിന് മുദ്ദ കൊടുക്കുകയും വേണം. പള്ളിക്കുള്ളിലെ ബോക്സിൽ വേസ്റ്റ് ഇടാമോ? അതൊക്കെ ഇടാം. വേസ്റ്റ് ഇടാൻ വേണ്ടൊരാളോ അതവിടെ വെച്ചുകൊണ്ട്. പക്ഷെ ഏറ്റവും നല്ലത് അല്ലേ, പള്ളിന്റെ ഹുർമത്ത് എന്ന് പറഞ്ഞാൽ വേസ്റ്റ് പള്ളിയായിട്ട് വഖഫ് ചെയ്യപ്പെട്ട സ്ഥലം ഉണ്ടല്ലോ, അതിന്റെ പുറത്ത് ആ വേസ്റ്റ് ബോക്സ് ഒക്കെ ഇടലാണ് അതിന്റെ ഹുർമത്ത്. പള്ളിയിൽ നിന്ന് നജസല്ലെങ്കിലും ബഹുമാനപ്പെട്ട ഉലമാക്കളുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. പള്ളിയിൽ നിന്ന് നജസല്ലാത്ത മാലിന്യമാണ്, അത് ഒരു സ്ഥലത്ത് നിന്ന് എടുത്തുകൊണ്ട് മറ്റേ സ്ഥലത്തേക്ക് പള്ളിന്റെ ഉള്ളിൽ തന്നെ വേറെ സ്ഥലത്തേക്ക് നീക്കാൻ പാടില്ല, നീക്കൽ ഹറാമാണ് എന്ന് പോലും പറഞ്ഞവരുണ്ട്. നജസല്ല, നമ്മളുടെ സാധാരണ സാധനം കണ്ട് എന്ത് ചെയ്യാണ്ട് അത് അവിടുന്ന് എടുത്തിട്ട് വേറെ സ്ഥലത്ത് എടുത്തുക്കുക. പള്ളി അത് ആ എടുത്തു വെക്കുന്ന സ്ഥലം പള്ളിപ്പെട്ട തന്നെയാണ് അത് ചെയ്യരുത് എന്ന്. പിന്നെ പള്ളിയിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് വെക്കണം, അതാണ് അതിന്റെ മര്യാദ. അങ്ങനെയാണ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. മെയ് അവസാനം എന്റെ വിസ ക്യാൻസൽ ആകും. ഒരു ഖൈറായ ജോലി കിട്ടാൻ ദുആ ചെയ്യണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ മഹദായ ഫദ്ല് കൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ടും മറ്റ് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട എല്ലാ ദാസന്മാരുടെയും ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ടും നിങ്ങൾക്ക് ഖൈറായ നല്ലൊരു ജോലി, നിങ്ങളുടെ മനസ്സിന് വളരെ തൃപ്തിപ്പെട്ട നല്ലൊരു ജോലി അള്ളാഹു തആല പ്രദാനം ചെയ്യട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, കാലിന്റെ തുടയിൽ നിന്ന് തൊലിയെടുത്ത് കൈമുട്ടിന്റെ താഴെ വെച്ചിട്ടുണ്ട്. നിസ്കാരം ശരിയാകുമോ? നിസ്കാരം സഹിയാകും, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. നിസ്കാരം സഹിയാകും മാത്രമല്ല, അത് ആ ഭാഗത്ത് ഇറച്ചി വരികയും പിന്നെ അവിടെ അത് ആ സ്ഥലം പിന്നെ അതവിടെ വെക്കാതെ ഉള്ള അവസരമല്ല, അതേ ഹുക്മ തന്നെയാണ്. അതുകൊണ്ട് നിസ്കാരം സഹിയാകും, വുളു സഹിയാകും, യാതൊരു കുഴപ്പമില്ല. ജനാബത്ത് ഇല്ല ആൾ കുളിക്കുമ്പോൾ നിയ്യത്ത് മറന്ന് പോയാൽ എന്താണ് വിധി? ജനാബത്ത് ഇല്ല ആളെന്നോ ഉള്ള ആളിനല്ലേ? എഴുതി തെറ്റായിരിക്കും, അല്ല പഴച്ചതായിരിക്കും. ജനാബത്തുള്ള ആള് നിയ്യത്ത് വെക്കാതിരുന്ന കുളി സഹിയാവൂല. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, ഏതൊരു അമലും സഹിയാണെങ്കിൽ നിയ്യത്ത് വേണം. അപ്പോ ഞാൻ ജനാബത്ത് ഉയർത്തുന്നു അല്ലെങ്കിൽ വലിയ ശുദ്ധി ഉയർത്തുന്നു എന്ന നിയ്യത്തുണ്ടല്ലോ, അവന്റെ മനസ്സിൽ വേണം. നാവുകൊണ്ട് പറയുന്നു വേണമെങ്കിൽ നാവുകൊണ്ട് പറഞ്ഞ സുന്നത്തോട് നിർബന്ധമില്ല, അത് മനസ്സിൽ വേണം. ഞാൻ ഈ കുളിക്കണത് എന്ത് കുളിയാണ്? ജനാബത്ത് ഉയർത്താൻ വേണ്ടിയുള്ള കുളിയാണ് എന്നൊരു കരുത്ത് അവന്റെ മനസ്സിൽ വേണം. എപ്പോഴും വേണമെന്നല്ല, ഒരിക്കലും അങ്ങനെ ഉണ്ടായാൽ മതി. പിന്നെ എപ്പോഴും ഇങ്ങനെ കഴിയുന്നവരെയൊക്കെ അത് കാണുന്നില്ല. ശരീരത്തിൽ നിന്ന് ആദ്യം നനയുന്ന ആ സമയത്ത് അവൻ ആ നിയ്യത്ത് അവന്റെ മനസ്സിൽ വേണം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, ഖുതുബ കഴിയാൻ നേരത്ത് പള്ളിയിലെത്തിയാൽ ജുമുഅ കിട്ടുമോ? അത് കിട്ടും. ഒരു റക്അത്ത് ഇമാമിനോട് കൂട്ടി കെട്ടിയാൽ ജുമുഅ കിട്ടും. ഒരു റക്അത്തെ ഇമാമിനോട് കൂടി കിട്ടി എന്നാൽ നിങ്ങൾക്ക് ജുമുഅ കിട്ടും. പക്ഷെ അതിന് പൂർണ്ണമായ സവാബ് ലഭിക്കുമോ എന്നാ? പൂർണ്ണമായ സവാബ് ഇപ്പോ ഖുതുബന്റെ ആദ്യം നേരത്തെ തന്നെ വന്ന ആളാണ് ഉണ്ടാവുന്ന ഖുതുബ മുഴുവൻ കേട്ട് നിസ്കാരത്തിന് 2 റക്അത്ത് ഫുള്ളായിട്ട് ജമാഅത്തിൽ കിട്ടി, ആ ആളുടെ കൂലി പിന്നെ ഇവർക്ക് ഉണ്ടാവില്ല. പക്ഷെ പിന്നെ ജുമുഅ സഹിയാകും. ഇമാമിനോട് കൂടി ഒരു റക്അത്ത് കിട്ടിയാൽ തന്നെ ജുമുഅ സഹിയാകും. പിന്നെ ഇമാം സലാം കിട്ടി കഴിഞ്ഞാൽ ഒരു റക്അത്ത് നിസ്കരിച്ചാൽ മതി. നേരെ മറിച്ച് ഒരു റക്അത്ത് കിട്ടാൻ നീക്കുകയും നിസ്കാരം നിസ്കരിക്കുകയും 4 റക്അത്ത് നിസ്കരിക്കണം. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഉസ്താദ്, ഞാൻ എന്റെ മുജാഹിദായ അമ്മാവന്റെ ക്യാൻസർ സുഖപ്പെടാനും സുന്നത്ത് ജമാഅത്തിലേക്ക് തിരിച്ചു വരാനും ദുആ ചെയ്യാൻ പറഞ്ഞിരുന്നു.
ഉസ്താദ് രണ്ടിനും ദുആ ചെയ്തു. അസുഖം ഇപ്പോൾ നല്ല ഭേദം ഉണ്ട്. ജസാക്കല്ലാഹു ഖൈർ. അൽഹംദുലില്ലാഹ്, അസുഖം മാറിയല്ലേ. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്നത്തമാത്തിലേക്ക് അദ്ദേഹത്തിനെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിനുള്ള തൗഫീഖ് അദ്ദേഹത്തിന് പ്രദാനം ചെയ്യട്ടെ. അഹ്ലു സുന്നത്ത് ജമാഅത്തിലേക്ക് തിരിച്ചു വന്ന് നല്ല രീതിയിൽ ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് അദ്ദേഹത്തിന് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ്. നിസ്കരിച്ച് കഴിഞ്ഞ് ഒരാൾക്ക് സംശയം തോന്നി ഒരു റക്അത്ത് കൂടിയോ കുറഞ്ഞോ എന്ന്, എന്ത് ചെയ്യണം? അതുപോലെ ഫർള് എങ്കിലും വിട്ടുപോയോ എന്ന് സംശയമാണ് നിൽക്കുക. സലാം വീട്ടി കഴിഞ്ഞു. സലാം വീട്ടി കഴിഞ്ഞ ശേഷം അവന് സംശയമാണ്. ആ സംശയത്തിന് യാതൊരു സ്ഥാനമില്ല. അതേസമയത്ത് നിയ്യത്ത് വെച്ചുകൊണ്ട് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിക്കൊള്ളുന്ന സംശയം. തക്ബീറത്തുൽ ഇഹ്റാം പറഞ്ഞാണ്, എന്നാൽ പിന്നെ അവൻ ആദ്യം നിസ്കരിക്കുക വേണം. അതല്ല, നിസ്കാരം കഴിഞ്ഞ ശേഷം മറ്റൊരു വിഷയത്തിലാണ് സംശയം. സംശയമാണ്, ഉറപ്പല്ല, സംശയമാണ്. ആ സംശയത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല. അവന്റെ നിസ്കാരം സഹിയായിരിക്കുന്നു എന്നാണ് വെക്കേണ്ടത്. മനസ്സിലായില്ല നിങ്ങൾക്ക്? ഈ മറുപടി മനസ്സിലായില്ലേ? നിങ്ങൾ ഈ ചോദിച്ചതിന് ഞാനിപ്പോ പറഞ്ഞ മറുപടി മനസ്സിലാക്കണമെന്ന്. ആയിക്കോട്ടെ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. സുബ്ഹി നിസ്കാരത്തിൽ രണ്ടാമത്തെ റക്അത്തിൽ തുടർന്നയാൾ ഇമാമിനോട് കൂടി ഖുനൂത്ത് ഓതി ഇമാം സലാം വീട്ടിയ ശേഷം ബാക്കി ഒരു റക്അത്ത് നിസ്കരിക്കുമ്പോൾ ഖുനൂത്ത് ഓതണോ? ഓതൽ സുന്നത്താണ്. സുബ്ഹിക്ക് രണ്ടാമത്തെ റക്അത്തിൽ തുടർന്ന ആളാണ്. ഇമാമിനോട് കൂടി ആൾ ഖുനൂത്ത് ഓതിയിട്ടുണ്ട്. ഇനി അയാൾ ഒരു റക്അത്ത് കൊണ്ട് സലാം വീട്ടി കഴിഞ്ഞ ശേഷം ഇമാം സലാം വീട്ടി കഴിഞ്ഞാൽ ഒരു റക്അത്ത് കൊണ്ട് നിസ്കരിക്കണമല്ലോ. ആ റക്അത്തിന്റെ അവസാനത്തിലും അയാൾക്ക് ഖുനൂത്ത് ഓതൽ സുന്നത്തുണ്ട്. യോനിയിൽ ലിംഗം പ്രവേശിച്ചു സ്ഖലനം നടന്നില്ലെങ്കിൽ പുരുഷൻ ജനാപത്ത് കുളിക്കേണ്ടേ? അതും വേണം. ജനാപത്ത് ഉണ്ടാവാൻ പല കാരണങ്ങളാണ്. അതിൽപ്പെട്ട ഒന്നാണ് ഇത് പിന്നെ ഇന്ദ്രിയം പുറപ്പെടുക. ഇന്ദ്രിയം പുറപ്പെട്ടില്ല നിൽക്കുക. എന്ത് ചെയ്തു? ലിംഗം പ്രവേശിക്കുക മാത്രമാണ് ചെയ്തത്. എന്നാലും അവൻ എന്ത് ചെയ്ത്? അവന് പിന്നെ വലിയ ശുദ്ധി ഉണ്ടായിട്ടുണ്ട്. അവന് കുളിക്കാൻ നിർബന്ധമാണ്. ഔറത്തിന്റെ ഭാഗത്തുള്ള രോമം നിസ്കരിക്കുമ്പോൾ വസ്ത്രത്തിലൂടെ പുറത്ത് വന്നാൽ നിസ്കാരം ബാത്തിലാകുമോ? അതെ, ബാത്തിലാകും. നിസ്കാരം സഹിയാവുകയില്ല. മുട്ടുപൊക്കലിന്റെ ഇടയിലെ സ്ഥലമുണ്ടല്ലോ, പുരുഷന്മാർക്ക് മുട്ടുപൊക്കലിന്റെ ഇടയിലെ സ്ഥലമാണ് ഔറത്ത്. സ്ത്രീകൾക്കാണെങ്കിൽ മുഖവും മുഖയും ഒഴിച്ചുള്ള ബാക്കിയുള്ള സ്ഥലമാണ് ഔറത്ത്. ആ സ്ഥലത്തെ തൊലിയും രോമവും ഒക്കെ ഔറത്ത് തന്നെയാണ്. അതൊക്കെ മറക്കണം. തൊലിയും രോമവും ഒക്കെ മറക്കാൻ നിർബന്ധമാണ്. തൊലിയോ രോമവോ പുറത്ത് കണ്ടു നിൽക്കുക. എന്നാൽ നിസ്കാരം സഹിയാവുകയില്ല. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, ഞാൻ വളരെ മാനസിക പ്രയാസത്തിലാകുന്നു. സുഖമാവാൻ ദുആ ചെയ്യുമല്ലോ. അള്ളാഹു സുബ്ഹാനഹു. നിങ്ങളെ ഇരുത്തം കാണുമ്പോ തന്നെ ഒരു മാനസിക വിഷമം ഉള്ള പോലെ. അങ്ങനൊന്നും ഇരിക്കരുത്. കുറച്ചൊരു ഉന്മേഷം കാണിക്കണ്ടേ? ആ PM-ലെ ഉള്ള ഫോട്ടോ തന്നെ കാണുമ്പോൾ ഒരു വിഷമത്തിലുള്ള ഇരുത്തം അങ്ങനെ ആകരുത്. നല്ല നല്ല റാഹത്തിലിങ്ങനെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ശാരീരികവും മാനസികവുമായ എല്ലാ വിഷമവും പടച്ചോൻ തീർത്തു തരട്ടെ. നല്ല ഉന്മേഷവും നല്ല സിഹത്തും ആഫിയത്തും നിങ്ങൾക്ക് നല്ല ഉത്സാഹവും നിങ്ങൾക്ക് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, പ്രായമായ എന്റെ ഉമ്മാക്ക് കഴിഞ്ഞ വർഷം 5 നോമ്പ് നഷ്ടപ്പെട്ടു. പ്രഷറും പ്രമേഹവും ഉണ്ട്. ഖളാ വീട്ടൽ നിർബന്ധമുണ്ടോ? ഞാൻ എന്റെ ചോദ്യത്തിനും നിങ്ങൾ എസ് അടിക്കുക, നോ അടിക്കുക വേണ്ടോ? നിങ്ങളെ ഉമ്മാക്ക് പ്രായം അധികരിച്ചത് കാരണം നോമ്പ് നോൽക്കാൻ സാധിക്കാത്തൊരവസ്ഥയാണുള്ളത്. എന്നുവെച്ചാൽ നോമ്പ് നോൽക്കുകയാണെങ്കിൽ ഉമ്മാക്ക് പിന്നെ ക്ഷീണം കൂടുതലായിട്ട് പിന്നെ ഇപ്പൊ രോഗം മൂർജിക്കുകയോ അതിന് തളർച്ച സംഭവിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യും. അതെ, അങ്ങനത്തെ സമയമാണെങ്കിൽ അങ്ങനത്തെ അവസ്ഥയാണെങ്കിൽ നോമ്പ് നോൽക്ക് നിർബന്ധമല്ല ഉമ്മാക്ക്. ഞാൻ 5 നോമ്പ് ഖളാ വീട്ടൽ നിർബന്ധമില്ല. 5 നോമ്പ് ഖളാ വീട്ടൽ നിർബന്ധമില്ല എന്ന് മാത്രമല്ല, ഇനി റംസാനിക്ക് നോമ്പ് നോൽക്കാൻ അമ്മക്ക് സാധിക്കില്ല എന്നൊക്കെ നോമ്പ് നോൽക്കൽ നിർബന്ധമില്ല. പിന്നെ എന്ത് വേണം? അമ്മ ഓരോ നോമ്പിനും ഓരോ മുദ്ദ് വീതം നൽകണം. ഒരു നോമ്പിന് ഒരു മുദ്ദ്, അതായത് 650 ഗ്രാം. 1/2 കിലോനും കുറച്ചും കൂടി അധികം ഉണ്ടാവുള്ളൂ. ഓരോ നോമ്പിനും ഓരോ മുദ്ദ് വീതം 650 ഗ്രാം വീതം അരി നൽകുക ഓരോ നോമ്പിനും. അപ്പൊ 5 നോമ്പ് കഴിഞ്ഞ പ്രാവശ്യം ഖളായിട്ടുണ്ട്. അത് വീട്ടാനും ഉമ്മാക്ക് നിവൃത്തിയില്ല.
അപ്പം ഇനി ഒന്നും ചിന്തിക്കണ്ടില്ല. പിന്നെ ഉമ്മാക്കാൻ നോമ്പ് ഖളാ നിർബന്ധമില്ല, 5 മുദ്ദ് കൊടുത്താൽ മതി. ഇനി എത്ര റമദാനിക്ക് നോമ്പ് നോക്കാൻ വയ്യ, എന്നാലും നോമ്പ് നോക്കണ്ട. അപ്പൊ ഓരോ നോമ്പിനും ഓരോ മുദ്ദ് വീതം നൽകിയാലും മതി. മനസ്സിലായല്ലോ അല്ലേ? മനസ്സിലായല്ലോ? ആയിക്കോട്ടെ. പിന്നെ ആയിക്കോട്ടെ കണ്ട് ഞാൻ PM കണ്ട്. ഉസ്താദെ, സ്നേഹിതൻ ജോലി അന്വേഷിച്ചു വന്നിട്ട് ഹലാല ജോലി വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്നേഹിതന് ഹലാലായ നല്ല ഖൈറായ ജോലി എത്രയും വേഗം പ്രദാനം ചെയ്യട്ടെ. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല അദ്ദേഹത്തിന്റെ മനസ്സിന് തൃപ്തിപ്പെടുന്ന നല്ല ജോലിയും അതിൽ ഖൈറും ബർക്കത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ്. സോറി, ഞാൻ DC ആയി ഉത്തരം കേട്ടില്ല. സ്ഖലനം നടന്നിട്ടില്ല, ജനാബത്ത് കൊടുക്കണം. വേണം, സ്ഖലനം നടന്നിട്ടില്ലെങ്കിൽ ശരി, ലിംഗം പ്രവേശിപ്പിച്ചാൽ തന്നെ ജനാബത്ത് ഉണ്ടായി. സ്ഖലനം നടന്നിട്ടില്ലെങ്കിലും ജനാബത്ത് കുടിക്കൽ നിർബന്ധമാണ്. ധരിക്കൽ സുന്നത്താണെന്നതിന് സഹിഹായ തെളിവുണ്ടോ? സഹിഹായ തെളിവ് എന്താ മനസ്സിലായില്ല? സഹിഹായ ഹദീസ് ഉണ്ടോന്ന് നിങ്ങൾ ചോദിച്ചത്? സഹിഹായ തെളിവുണ്ടോ? സഹിഹായ ഹദീസ് ഉണ്ടോന്ന്? ആണോ? എന്നാ പോട്ടെ, അതിന് മറുപടി ആവുന്നില്ല. എന്നാ പോട്ടെ. അതെ, സഹിഹായ ഓരോ വിഷയം സഹിഹായ ഹദീസുള്ളത് മാത്രമേ ചെയ്തെങ്കിലേ അള്ളാഹുവിന്റെ അടുക്കൽ കൂലി കിട്ടുന്ന അങ്ങനെ അഭിപ്രായം നിങ്ങൾക്ക്? ഓരോ വിഷയം ചെയ്യണമെങ്കിലും സഹിഹായ ഹദീസ് വേണം എന്ന അങ്ങനത്തെ ഒരു കാര്യം, അതിന്റെ അടിസ്ഥാനത്തിൽ സ്ഥിരപ്പെട്ട ഒരു കാര്യത്തിന് മാത്രമേ അള്ളാഹുവിന്റെ അടുക്കൽ കൂലി ലഭിക്കൂ എന്ന അഭിപ്രായം ഉണ്ടെന്നോ? ഇല്ല. എന്നാ പോട്ടെ, എന്താണ്? അപ്പൊ ഇല്ല. അപ്പൊ ഏതായാലും ശരി, അതിന് കൂലി കിട്ടാനുള്ള തെളിവുണ്ട്. തലമറക്കൽ സുന്നത്താണ്, തലകെട്ടിട്ടൽ പ്രത്യേക സുന്നത്താണ് എന്നുള്ളതിനുള്ള ഹദീസുകൾ ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തലകെട്ട് ധരിച്ചിരുന്നു. ചിലപ്പോൾ കറുത്ത തലകെട്ട് ധരിച്ചിരുന്നു, ചിലപ്പോൾ വെള്ള തലകെട്ട് ധരിച്ചിരുന്നു. ബഹുമാനപ്പെട്ട സഹാബത്തും തന്നെ തലകെട്ട് ധരിച്ചിരുന്നു എന്ന ഹദീസുകളുണ്ട്. അതിന് പുറമെ ഒരു ലൈഫായ ഹദീസ് ഉണ്ട്. എന്ത്? ഇന്നല്ലാഹ വ മലായികത്തുഹു യുസല്ലൂന അലാ അസ്ഹാബിൽ അമാഇമി. തലകെട്ട് ധരിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവും അവന്റെ മലക്കുകളും ഭാഗത്തുമുള്ള അള്ളാഹുവിന്റെ ഭാഗത്തുമുള്ള റഹ്മത്തും മലക്കുകളുടെ ഭാഗത്തുമുള്ള ദുആയും ഒക്കെ ഉണ്ടാകും എന്ന് പറയുന്ന ഹദീസ് ഉണ്ട്. പക്ഷെ ഹദീസ് സഹിഹല്ല, ലഈഫാണ്. ഇത്തരം വിഷയങ്ങൾക്ക് ലഈഫായ ഹദീസ് ഉണ്ടായാൽ മതി. കാരണം ഈ പല ആളുകളും ലഈഫായ ഹദീസാണ് നോണയെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തോ ഒരു കഷ്ടല്ലേ. ചില ആളുകളൊക്കെ മനസ്സിലാക്കുന്നത് ലഈഫായ ഹദീസ് പറഞ്ഞാലേ അത് കളവായ ഹദീസാണ് ചില ആൾക്കാർ മനസ്സിലാക്കുന്നത്. ലഈഫായ ഹദീസ് റസൂലുള്ളാഹി പറഞ്ഞു തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ തിരുനാവ് കൊണ്ട് പറഞ്ഞു തന്നെയാണ്. പക്ഷെ അത് റിപ്പോർട്ട് ചെയ്യുന്ന റാവിന്റെ അടുക്കൽ ചില കുഴപ്പങ്ങളുണ്ട്. അതാണ് അതിന്റെ വിഷയം. അതല്ല റസൂലുള്ളാഹി പറയാത്തതെന്നല്ല. റിപ്പോർട്ട് ചെയ്ത റാവി ചിലപ്പോൾ ഒരു മറവി സംഭവിക്കുന്ന ഒരാളാണ്, അല്ലേ? അതല്ലെങ്കിൽ അയാൾ അങ്ങനെ മുറിവത്ത് കേട് ഉള്ള വഴിയിലൊക്കെ ഇന്ന് മൂത്രമൊഴിക്കുന്ന ആളാണ്. അയാളിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് അങ്ങനെ ആവശ്യമില്ലേ, ഇങ്ങനെ നടന്നിങ്ങനെ പോകുന്ന സമയത്ത് ആൾക്ക് മൂത്രമൊഴിക്കാൻ മുട്ടി നിൽക്കുക. എന്നാൽ അയാളെന്തെങ്കിലും ചെയ്യും, ആ വഴിയിലൊക്കെ ഇന്ന് മൂത്രമൊഴിക്കും. നമ്മുടെ പഴയ കാലത്തൊക്കെ നമ്മുടെ നാട്ടിലെ വ്യാപകം ഇപ്പനെ കാണാനില്ലല്ലേ? നിങ്ങൾക്ക് ഓർമ്മയില്ലേ? പഴയ കാലത്ത് സ്ഥിരമായിരുന്നല്ലേ? ഇപ്പോഴേ വീട്ടിന്റെ അകത്ത് ബാത്റൂമും മറ്റു സൗകര്യങ്ങളൊക്കെ ഇപ്പോഴല്ലേ ഉള്ളത്. പണ്ട് മൂത്രമൊഴിക്കാൻ മുട്ടിയ 10 വേണം, അല്ലേ? പിന്നെ അത് കക്കൂസ് ഉണ്ടായിരുന്നില്ല, തോട്ടിരമ്പത്തും മറ്റൊക്കെ ആ പണിയൊക്കെ നിർവഹിച്ചിരുന്നത്. അതുപോലെ ഇങ്ങനെ നടന്നിങ്ങനെ പോകാൻ നിൽക്കുക, നടന്നിങ്ങനെ പോകാൻ മൂത്രമൊഴിക്കാൻ മുട്ടി നിൽക്കുക. എന്നാ അവിടെ ആ വഴിയിൽ കണ്ടാണ്ട് ഒരു അരുക്കണ്ടിരുന്ന് മൂത്രമൊഴിക്കും. എന്നിട്ട് വെള്ളം പാത്തു കൊടുക്കാൻ വെള്ളം ഇങ്ങനെ ഒഴിച്ചു പോകണ്ടല്ലോ, അവിടെ മനഹാരം ചെയ്യും. ഇനി വെള്ളം കിട്ടില്ലെന്നൊക്കെ അല്ലോണ്ട് മനയിരിക്കും. അതൊക്കെ വ്യാപകമായിരുന്നു. ഇപ്പോഴൊക്കെ എല്ലാവരും ചെയ്യാൻ വളരെ പ്രയാസമാണ്. കാരണം ഇപ്പൊ എല്ലാ സ്ഥലങ്ങളിലും ബാത്റൂമും മറ്റെല്ലാ സൗകര്യങ്ങളുമായി. ഇപ്പൊ ഇങ്ങനെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അത് ചില ആളുകൾക്ക് യോജിച്ച പണിയല്ലേ. എല്ലാ കാര്യം എല്ലാവർക്കും യോജിക്കൂല, അല്ലെ? നമുക്കൊക്കെ പറ്റും. ഇപ്പൊ സാധാരണ ഒരു നാടൻ മനുഷ്യനായ ഒരാളാണ്. ആളിങ്ങനെ പോണ സമയത്ത് ആൾക്ക് മൂത്രമൊഴിക്കാൻ മുട്ടി, ആ വരമ്പത്ത് കൊന്നിട്ട് ഇറങ്ങിയിരുന്ന ആൾ മൂത്രമൊഴിച്ച് ആ പാർട്ടിന്റെ ഇതിന്റെ ദൂരെ വെള്ളങ്ങനെ പോകുന്നുണ്ട്, അവിടുന്ന് മനഹാരം നടത്തി. അത് അയാൾക്കൊരു വിഷയമല്ല. അതേസമയത്ത് അതേ പണി ശിഹാബ് തങ്ങൾ ചെയ്യുകയാണെങ്കിലോ, അല്ലേ? ശിഹാബ് തങ്ങളൊരു വരമ്പത്തിരുന്നെങ്കിൽ മൂത്രമൊഴിക്കാൻ നിൽക്കുക. അജ്ജേ ഒരാൾ തോന്നില്ല നമുക്കല്ലേ? അപ്പൊ അതാണ് ഒരേ പണി തന്നെ രണ്ടാൾ ചെയ്യുമ്പോ അതിന് രണ്ട് വിലയിരുത്തലാണ് അതിനെ കുറിച്ചുണ്ടാകുക. അപ്പൊ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ ഏറ്റവും മാന്യന്മാരായ ആളുകളായിരിക്കണം. അപ്പൊ അയാൾ വളരെ മാന്യനായ വ്യക്തിയാണ്, വളരെ സത്യസന്ധനാണ്,
വളരെ ഉഷാറാണ്. പക്ഷെ അയാൾ ഒരിക്കൽ ഇങ്ങനെ നടന്നു പോണ സമയത്ത് അയാൾ എന്ത് ചെയ്തു, ആൾക്ക് വല്ലാതെ മൂത്രമൊഴിക്കാൻ മുട്ടി നിൽക്കുക. ആൾക്ക് പിടിച്ച് കിട്ടിയില്ല. അതിന് ശരിയായ അതിന്റെ കൃത്യമായ സ്ഥലത്തേക്ക് പോകാനുള്ള ക്ഷമ അയാൾക്ക് സാധിക്കില്ല. അത്രമാത്രം ബുദ്ധിമുട്ടിയാണ്. അങ്ങനെ അയാൾ എന്ത് ചെയ്ത് വഴി ഇരുന്നിട്ടാണ് മൂത്രമൊഴിച്ചു. നിർബന്ധ സാഹചര്യത്തിൽ അയാൾ ചെയ്തു. അയാൾ അതിന്റെ പേര് അയാൾ കുറ്റക്കാരനാണോ? അല്ല. അയാൾ ഹറാമ് ചെയ്ത ആളാണോ? അല്ല. കറാഹത്ത് ചെയ്ത ആളാണോ? അല്ല. പക്ഷെ അയാൾ ഹദീസ് റിപ്പോർട്ട് ചെയ്ത് നിൽക്കുക. അയാൾ ഹദീസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആ ഹദീസിന് അതിൻ്റെതായ ഒരു ബലഹീനത ഉണ്ടാവും അതിന്. അപ്പൊ അതാണ് ഹദീസ് വൈഫ റസൂൽ പറയാത്തത് പറയാന്നുള്ളതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ അവിടുത്തെ തിരുനാവ് കൊണ്ട് പറഞ്ഞത് തന്നെയാണ്. അവിടുത്തെ പ്രവർത്തിച്ചതാണ്, അവിടുത്തെ തിരു ശരീരം കൊണ്ട് പ്രവർത്തിച്ചത് തന്നെയാണ്. പക്ഷേ അത് റിപ്പോർട്ട് ചെയ്യുന്ന ആള് ഇത്തരം ചില കുറവുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഹദീസിനെ കുറിച്ച് പറഞ്ഞതാണ് വൈഫ്, ഹസന്, അങ്ങനെയൊക്കെ അതൊരു ഇസ്തിലാഹാണ്. അതൊക്കെ ചില ഹദീസുകൾ സഹീഹ് ആകുന്നു, സഹീഹുൻ ലി ദാത്തിഹി ആകുന്നു, സഹീഹുൻ ലി ഗൈരിഹി ആകുന്നു, ഹസനുൻ ലി ദാത്തിഹി ആകുന്നു, ഹസനുൻ ലി ഗൈരിഹി ആകുന്നു. വൈഫ് അതൊക്കെ ഓരോ ഇസ്തിലാഹുകളാണ് ഹദീസിന്റെ. അപ്പൊ അതാണ്. അപ്പോ വൈഫ ഇത്തരം വിഷയങ്ങളൊക്കെ അമല് ചെയ്യാൻ എന്ത് മതി? വൈഫ ഹദീസൊക്കെ മതി. നേരെ മറിച്ച് അങ്ങനെയുള്ള ഹദീസ് കൊണ്ട് ഖിസാസ് തെളിവ് അങ്ങനെ ആക്കാൻ പറ്റൂല. ഒരു വൈഫ ഹദീസ് കൊണ്ട് ഖിസാസ് കട്ടോന്റെ കൈ മുറിക്കുക, അതിന് തെളിവ് വൈഫ ഹദീസ് മതിയാണ്. അതുപോലെ അത് കാരണം അവന്റെ കയ്യാണ് പോണ വിഷയമാണ്. നേരെ മറിച്ച് സുബ്ഹാനല്ലാഹ് ചിലടന്ന് അതിനിപ്പോ എന്താ, അതുകൊണ്ട് ആർക്കും ഒരു നഷ്ടമില്ലല്ലോ അല്ലെ. ഇനി ഉപ്പൻ തലയെക്കെട്ട് കിട്ടുകയാണ്, അതിന് വേറെ ആർക്കും വലിയ നഷ്ടമുണ്ടാ? ഒരു നഷ്ടമില്ല. അതുമാതിരിയാണോ കട്ടോന്റെ കൈ മുറിക്കല്? അല്ല. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വളരെ ശക്തമായ തെളിവ് വേണം. അതേസമയത്ത് ഇതല്ല, ഇത് ഒരു പർച്ചോണ്ടിരുന്ന ഒരു കൂലി കിട്ടുന്ന വിഷയമാണ്. അപ്പൊ അതിന് വൈഫായ ഹദീസൊക്കെ മതി എന്നാണ് ബഹുമാനപ്പെട്ട ഉലമാ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. അങ്ങനെയാണ്. പിന്നെ ആർത്തവ സമയത്ത് ബന്ധപ്പെടാമോ? ബന്ധപ്പെട്ടാൽ അതിന്റെ വിധി എന്താണ്? ആർത്തവ സമയത്ത് ബന്ധപ്പെടാൻ പാടില്ല, ഹറാമാണ്. ആർത്തവ സമയത്ത് ബന്ധപ്പെടാൻ സംയോഗം ചെയ്യൽ ഹറാമാണ്. അത് യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. അത് ശക്തമായ ഹറാമാണത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ല്ലേ യസ്അലൂനക അനിൽ മഹീദ് ഖുൽ ഹുവ അദൻ ഫഅതസിലു നിസാഅ ഫിൽ മഹീദ് വലാ തഖറബൂഹുന്ന എന്നല്ലേ ഹത്താ യത്ഹുർന. അങ്ങനെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിരോധിച്ച വിഷയമാണ്. ഹദീസിൽ ധാരാളം നിരോധനം വന്നിട്ടുണ്ട്. അപ്പോ സംയോഗം ചെയ്യാൻ പാടില്ല ആർത്തവ ഘട്ടത്തിൽ. സംയോഗമല്ലാത്ത മറ്റുള്ള സുഖങ്ങളൊക്കെ അതൊക്കെ അനുഭവിക്കാനൊക്കെ തർക്കമില്ല. കൂടെ കിടക്കാം, ചുംബിക്കാം, കുട്ടിയോടൊന്നും അങ്ങനെ ഇതാക്കരുത്. നമുക്കൊരു കാര്യം മസല പറയേണ്ടതുണ്ടല്ലോ, അതൊക്കെ ചെയ്യാം. ഇനി സംയോഗമല്ലാത്ത രീതിയിലുള്ള മറ്റ് സുഖങ്ങൾ അനുഭവിക്കലോ അതും അതുകൊണ്ടും വിരോധമില്ല എന്ന് ബഹുമാനപ്പെട്ട ഉലമായിൽ നിന്ന് നല്ലൊരു അഭിപ്രായം അങ്ങനെ ഉണ്ട്. അതും പറ്റും. പിന്നെ ഉസ്താദെ സ്നേഹിതൻ, അത് നേരത്തെ പറഞ്ഞല്ലോ അല്ലേ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ജോലിയിൽ കുറെ പ്രയാസം ഉണ്ട്, ഉസ്താദ് പ്രത്യേകം ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രയാസങ്ങളും തീർത്തു തരട്ടെ. അല്ലാഹു ജോലിയിൽ നല്ല ഖൈറും ബർക്കത്തും സന്തോഷമൊക്കെ അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ ജോലിയിൽ സുജൂദിലാണ്. സുജൂദ് നെറ്റി വെളിവാക്കണോ? കാൽ പാദം തറയിൽ തൊടണോ? നമ്മുടെ മദ്ഹബ് അങ്ങനെയാണ്. ശാഫിഈ മദ്ഹബ് പ്രകാരം നെറ്റിയിൽ നിന്ന് അല്പമെങ്കിലും മറയില്ലാതെ നിലത്ത് തട്ടണം, എന്നാലേ സുജൂദ് സഹീഹ് ആവുകയുള്ളൂ. നെറ്റിയിൽ നിന്ന് അല്പമെങ്കിലും മറയില്ലാതെ നിലത്ത് തട്ടണം, എന്നാലേ സുജൂദ് സഹീഹ് ആവുള്ളൂ. അതുപോലെ രണ്ട് കാലിന്റെയും വിരലിന്റെ പള്ളണ്ടല്ലോ, ആ പള്ളയിൽ നിന്ന് ഓരോ രണ്ട് കാലിന്റെയും ഓരോ വിരലിന്റെ പള്ളയിൽ നിന്ന് അല്പമെങ്കിലും നിലത്ത് തട്ടണം, എന്നാലേ സുജൂദ് സഹീഹ് ആവുള്ളൂ. 10 വിരലിന്റെയും പള്ള മുഴുവൻ തട്ടണം എന്നില്ല, അതാണ് സുന്നത്ത്. എല്ലാ വിരലിന്റെയും പള്ള മുഴുവൻ നിലത്ത് തട്ടുക, അതാണ് സുന്നത്ത്. അതേസമയത്ത് സുജൂദ് സഹിയാണെങ്കിൽ അത് വേണമെന്നില്ല. 2 കാലിന്റെയും ഓരോ വിരലിന്റെ പള്ളയിൽ നിന്ന് അല്പമെങ്കിലും നിലത്ത് തട്ടണം. തീരെ തട്ടിയില്ല നിൽക്കുക, എന്നാൽ സഹിയാവുകയില്ല, സുജൂദ് സഹിയാവൂല. പിന്നെ
അതേസമയത്ത് കാല് നിലത്ത് വെക്കേണ്ടതില്ല എന്ന് പറയുന്ന മദ്ഹബൊക്കെ ഉണ്ട്, അങ്ങനത്തെ മദ്ഹബൊക്കെ ഉണ്ട്. നമ്മുടെ മദ്ഹബത്തിന് അങ്ങനത്തെ അഭിപ്രായമുണ്ട്, നെറ്റി മാത്രം നിലത്ത് വെച്ചാൽ മതി, അങ്ങനത്തെ അഭിപ്രായം നമ്മുടെ മദ്ഹബത്തിനുണ്ട്. നെറ്റി മാത്രമേ നിലത്ത് വെച്ചുകൊണ്ട് വേറെ ആഴങ്ങളൊക്കെ ഉയർത്തി പിടിച്ചൊരാൾക്ക് സുജൂദ് ചെയ്യാൻ വയ്ക്കും നിൽക്കുക, എന്നാൽ സഹീഹ് ആകും എന്ന അഭിപ്രായം, പ്രബലമല്ലാത്തൊരു അഭിപ്രായം നമ്മുടെ മദ്ഹബിലും ഉണ്ട്. നേരത്തെ ഉത്തരത്തിൽ ആർത്തവ സമയത്തിൽ മുട്ടുപൊക്കിളിന്റെ ഇടയിൽ സുഖിക്കൽ ഹറാം ആകില്ലേ? മുട്ടുപൊക്കിൾ സുഖിക്കൽ ഹറാമാണെന്നാണ് നമ്മുടെ പല കിതാബുകളിൽ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ബഹുമാനപ്പെട്ട ഇമാം നബവി തങ്ങൾ അതുപോലെയുള്ള ചില ഇമാമിങ്ങളൊക്കെ മുട്ടുപൊക്കിളിന്റെ ഇടയിൽ സുഖിക്കാം, സംയോഗം ചെയ്യൽ മാത്രമേ ഹറാമുള്ളൂ എന്ന് പറയുകയും ആ അഭിപ്രായത്തെ ബലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരാൾ അങ്ങനെ ചെയ്തു നിൽക്കുന്നല്ല അവൻ കുറ്റക്കാരനാണെന്ന് പറയാൻ പറ്റൂല. ഇമാം നബി തങ്ങൾ തന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞത് മാത്രമല്ല അത് ബലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോ പിന്നെ ദുആ ചെയ്യുമ്പോൾ രണ്ട് കൈയും കൂട്ടിയാണോ ഉയർത്തേണ്ടത്, അതോ രണ്ട് കൈയും അകറ്റിയാണോ ഉയർത്തേണ്ടത്? അത് എങ്ങനെയാലും വേണ്ട. അതിന്റെ ഏറ്റവും പൂർണ്ണമായ രൂപം രണ്ട് കൈയും കൂട്ടിക്കൊണ്ട്, അല്ലെ, കൈ ഉയർത്തിപ്പിടിച്ച് രണ്ട് കൈയും കൂട്ടിക്കൊണ്ട്, അതാണ് അതിന്റെ പൂർണ്ണ രൂപം. ഇനി അതല്ല കൈ ഏതായാലും ശരി. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, ഈ ഏകദേശം ബംഗാളികളും മലയാളികളൊക്കെ ഏകദേശം രൂപത്തിലൊക്കെ ഒന്നാളല്ലേ. എന്നാലും നമുക്ക് ചില ആൾക്കാർ വേർതിരിച്ചറിയും. ബംഗാളികളെ കണ്ട ബംഗാളിയാണ്, മലയാളികളെ കണ്ട മലയാളികളൊക്കെ വേർതിരിച്ചറിയും. ചില ആളുകളെ കണ്ടാലാണ് അറിയില്ല, അല്ലെ. ഏകദേശമൊക്കെ ഒരുമാരൊക്കെ തന്നെയാണ് ഉണ്ടാവുന്നത്. പക്ഷെ എന്നാല് നിസ്കാരം ദ്വാരക്കുമ്പോ മനസ്സിലാവും മലയാളിയാണെന്നുള്ളത്. മലയാളിന്റെ ഒരു കൈ മറ്റേ കൈയോട്ട് ഇങ്ങനെ പൊത്തിപ്പോ അങ്ങോട്ട് ദ്വാരക്കുമ്പോഴല്ലേ അത് മലയാളി കരാകം ചെയ്യാം. എന്നിട്ട് ബംഗാളി ദ്വാരക്കാണ് എങ്ങനെയല്ല, രണ്ട് കൈയും ഇങ്ങനെ ഉയർത്തി ഇങ്ങനെ ഒന്നുകിൽ രണ്ട് കൂട്ടിട്ടോ അല്ലെങ്കിൽ വിടർത്തിട്ടോ രണ്ട് കൈ ഇങ്ങനെ ശരിക്ക് ആകാശത്തേക്ക് ഉയർത്തിയുള്ള അങ്ങനെ ദ്വാരക്കുക. ബംഗാളികൾ കുളിക്കുകയോ ചെയ്യും. ബംഗാളികൾ നമ്മുടെ വളരെ കൃത്യമായി കുളിക്കുന്ന കൂട്ടരാണ് ബംഗാളികൾ. അതിന് കാരണം പാകിസ്ഥാനികളെ കുറിച്ച് അങ്ങനെ ആക്ഷേപിക്കാന്നില്ല. ബംഗാളികളെ കുറിച്ച് അവര് നമ്മളെ മലയാളികൾ ചെയ്യുന്നത് പോലെ തന്നെ ഒരു ദിവസം 1, 2, 3 പ്രാവശ്യം കുളിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ പേസ്റ്റ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നന്നായി പല്ല് തേക്കുകയും ചെയ്യും ബംഗാളികൾ. നമ്മൾ അങ്ങനെ അതുപോലെ അനങ്ങിയ സലാം ചെല്ലും ചെയ്യും, അല്ലേ. ബംഗാളികൾ അങ്ങനെ കാണുന്നത്. ബംഗാളികൾ ഇങ്ങോട്ട് ഒരു 10 ആൾക്കാരുണ്ട് വരിക നിൽക്കുക, നമ്മളൊരാൾ അങ്ങോട്ട് പോകാം, ഈ 10 ആൾ നമുക്ക് ഇങ്ങോട്ട് സലാം ചെല്ലും. അതുപോലെ നമ്മൾ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കാൻ നിൽക്കുക, അല്ല ഒരു ബംഗാളി പള്ളിയിൽ ഇരിക്കുക, നമ്മൾ അങ്ങോട്ട് ചെല്ലുക, ബംഗാളി ആദ്യം തോക്കിൻ്റെ കൂടെ ഇങ്ങോട്ട് ഓടി വെക്കും. നമ്മൾ അങ്ങോട്ട് കയറ്റി അങ്ങോട്ട് അസ്സലാമലൈക്കും പറയും. അങ്ങനത്തെ സ്വഭാവമുണ്ട് ബംഗാളികൾക്ക്, അല്ലേ. അതുപോലെ തന്നെ അവര് നന്നായിട്ട് പല്ല് വെക്കും. രാവിലെയും പല സമയത്തും കാണാം പേസ്റ്റൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നന്നായിട്ട് പല്ല് വെക്കണം. അതുപോലെ തന്നെ കൃത്യമായിട്ട് കുളിക്കുകയോ ചെയ്യും. അതൊന്നും തന്നെ പല്ല് വെക്കണം കാണാനില്ല, കുളിക്കലും കാണാനില്ല. വേറെ ചില ആളുകളൊക്കെ ഉണ്ട് ഓരോ കാര്യം ചെയ്യുമ്പോ. എന്റെ പള്ളിന്റെ പുറത്ത് പൈപ്പ് ഉണ്ട്, പുറത്ത് ഒന്നുണ്ടാക്കണ അവിടെ അങ്ങനെ പുറത്ത് പൈപ്പുണ്ട്. അവിടെ കുറെ മിസ്രികളും മറ്റൊക്കെ ഇതുണ്ടല്ലോ. ചില മിസ്രികളൊക്കെ കാണാൻ അതൊരിക്കലും പോവുകയാണെങ്കിൽ ഷാമ്പു ഒക്കെ എടുത്തിട്ട് വരണേ. ഷാമ്പു ഒക്കെ എടുത്ത് വന്ന് തല മാത്രം കഴുകും, തലയും മുഖവും കഴുകും. പിന്നെ എന്നിട്ട് എന്ത് ചെയ്യാ, പോയി ഫാനിന്റെ കുപ്പായൊക്കെ ഇട്ടിട്ട് സ്പ്രേ അടിച്ചിടാൻ പോകും. കുളിക്കല്ല, തലയും മുഖവും കഴുകുക. ഷാമ്പു ഇതൊക്കെ ശരിക്കും സോപ്പോ ഷാമ്പു ഒക്കെ ഉപയോഗിച്ചിട്ടേ കുളിക്കാതെ എന്നിട്ട് ഫാനിന്റെ കുപ്പായൊക്കെ ഇട്ടുകൊണ്ട് പോകണതാണ്. അങ്ങനെ ഒക്കെ ചെയ്യാറുണ്ട്. എല്ലാവരും അല്ല, അങ്ങനെ ചിലവരെ ചെയ്യാറുണ്ട് എന്ന്. അപ്പൊ അതാണുള്ള ഓരോ രാജ്യത്തിനുമില്ലേ, ഓരോ രാജ്യക്കാർക്കും പല പല സ്വഭാവങ്ങള്. നമ്മൾ അത് പറഞ്ഞത് നമ്മുടെ വെള്ളം വളരെ സുലഭമായ ഒരു സ്ഥലത്ത് താമസിച്ചവരാണ് നമ്മളെ. ധാരാളം പുഴകളും തോടുകളും കിണറുകളും പിന്നെ കുളങ്ങളും ഒക്കെ ഉള്ള ഒരു രാജ്യത്ത് താമസിച്ചവരാണ് നമ്മൾ. അപ്പൊ അതാണ് നമ്മൾ മറ്റു വെള്ളം ലഭിക്കാത്ത ഒരു രാജ്യത്ത് താമസിക്കുന്നവരാണ് അവർ. എപ്പോഴെങ്കിലും വെള്ളം കിട്ടുകയാണെങ്കിൽ ആ വെള്ളത്തിന് വലിയ വിലയും അങ്ങനെ പഠിച്ചവരാണവർ. അപ്പൊ അതാ, എന്റെ ഭാര്യ ഗർഭിണിയാണ്, സുഖപ്രസവത്തിന് ദുആ ചെയ്യണം. കുട്ടി ജനിച്ചാൽ ഫസ്റ്റ് എന്തൊക്കെ ചെയ്യണം വിശദീകരിക്കും? അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാര്യന്റെ പ്രസവമൊക്കെ സുഖാക്കി കൊടുക്കട്ടെ.
അള്ളാഹു സാലിഹ നല്ലൊരു സന്താനത്തെ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. കുട്ടി ജനിച്ചാൽ എന്താ, പ്രസവിച്ച ഉടനെ തന്നെ കുട്ടിയുടെ ചുവട്ടില് വലത്തെ ചുവട്ട് ബാങ്കും ഇടത്തെ ചുവട്ടിൽ ഇഖാമത്തും കളിപ്പിക്കുക. അതാണ് ആദ്യം ചെയ്യേണ്ടത്. എന്നിട്ട് പിന്നെ കുട്ടിയെ വേഗം നല്ല മധുരം തൊട്ട് കൊടുക്കുക. ആ മധുരം തൊട്ട് കൊടുക്കുന്നത് നല്ല സ്വാലിഹ്യങ്ങളായ ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക. സ്വന്തം ഉമ്മാനെ കൊണ്ട് ഉപ്പാനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുക. ഉമ്മാക്ക് വല്ലാത്ത തൃപ്തിയായിരിക്കും അല്ലേ. ഉമ്മാരൊക്കെ നല്ല അറ്റങ്ങളാവും ചെയ്യും. ഉമ്മാരൊക്കെ ഇല്ലേ നല്ല നിസ്കാരമൊക്കെ നിസ്കരിച്ച് നോമ്പൊക്കെ നോറ്റ് ഖുർആനൊക്കെ ഓതിയിരുന്ന് നമ്മുടെ ഉമ്മാനെക്കായും നമുക്ക് ബന്ധപ്പെട്ട് പിന്നെ വേറെ ആരുള്ളത് ഉമ്മ ഉപ്പ അവരെ കൊണ്ടൊക്കെ എന്ത് ചെയ്യുക, നമ്മുടെ പിന്നെ അല്ലെങ്കിൽ വേറെ ആരെ കൊണ്ട് മധുരം തൊട്ട് കുളിപ്പിക്കുകയാണെങ്കിൽ അവരുടെ അഭിപ്രായം കൂടി സ്വീകരിച്ചുകൊണ്ടായിരിക്കുക. ഒരു സ്വാധീനങ്ങളായ മനുഷ്യന്മാരെ കൊണ്ടൊക്കെ ആരെ കൊണ്ടെങ്കിലും ഒരു ഔലിയാക്കളെ കൊണ്ടോ അങ്ങനൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ കാര്യമായ ആളെ കൊണ്ടൊക്കെ മധുരം തൊട്ട് കുളിപ്പിക്കാൻ സാധിക്കാൻ നല്ലതാണ്. പക്ഷെ അത് ഉമ്മാന്റെ ഒക്കെ ഉപ്പാന്റെ ഒക്കെ തൃപ്തിയോട് കൂടിയാവുക. അതല്ലെങ്കിൽ അവരെ കൊണ്ട് പണി ചെയ്യിപ്പിക്കുക. ഉമ്മാനൊക്കെ ഉമ്മ കൊടുക്കുക അറിയാം, എന്റെ ഉമ്മ കൊടുക്കുക എന്റെ കുട്ടിക്ക് മധുരം തൊട്ട് കുടിക്കുക നമുക്ക് അത്. അപ്പൊ അങ്ങനെ മധുരം തൊട്ട് കുടിപ്പിക്കുക. ആ തൊട്ട് വെക്കുമ്പോഴൊക്കെ ബിസ്മിയൊക്കെ ചെല്ലാൻ മറക്കാതിരിക്കുക. പിന്നെ അതൊക്കെ തന്നെ. പിന്നെ 7ന്റെ അന്ന് അല്ലെ, കുട്ടീനെ പ്രസവിച്ചതിന്റെ 7ാമത്തെ ദിവസം സാധിക്കുകയാണെങ്കിൽ അഖീഖത്ത് അറുത്ത് കൊടുക്കുക, മുടി നീക്കം ചെയ്യുക, ആ കുട്ടിക്ക് പേര് ഇടുക, ആ നല്ല പേരിടുക. അതൊക്കെ ഒരു കുട്ടി സ്വാലിഹാവാൻ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. കുട്ടിയുടെ പേരൊക്കെ നന്നാവണം. ആ കുട്ടിക്ക് കേട്ടാ തന്നെ പേര് ബന്ധുവായാൽ അതല്ല, പേര് ബന്ധായാലും അതല്ല, ആ പേരിൽ ഒരു സുപലക്ഷണമുണ്ട്. അപ്പൊ സ്വാലിഹ്യങ്ങളായ നല്ല മനുഷ്യന്മാരുടെ പേര്, റസൂലുള്ളാഹിന്റെ പേര് ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെ ശ്രദ്ധിക്കാറുള്ളത്. പിന്നെ എപ്പോഴും ദുആ ചെയ്യുക, പടച്ചോനെ കുട്ടിനെ സ്വാലിഹ്യങ്ങൾ ഉൾപ്പെടുത്തണേ, ദീനിനും കുടുംബത്തിനും ഉപകരിക്കുന്ന കുട്ടിയാക്കണേ എന്ന് പടച്ചോനോട് ദുആ ചെയ്യുകയും ചെയ്യുക, ആ രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യാം. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം ഖൈറാക്കി തരട്ടെ. നല്ല സ്വാലിഹായ കുട്ടിയെ നിങ്ങൾക്ക് നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലൈഹി വസല്ലം. തവാഫിൽ തിരക്കുള്ളപ്പോൾ എന്തായാലും സ്ത്രീകളെ തൊടും. തവാഫ് ശരിയാകാൻ എന്ത് ചെയ്യണം? തവാഫ് സ്ത്രീകളെ തൊടുന്ന ഉറപ്പാണെങ്കിൽ അന്യ സ്ത്രീകളെ തൊട്ടാൽ ഒതു മുറിയുകയില്ല എന്ന മദ്ഹബ് തഖ്ലീദ് ചെയ്യുക. ഇപ്പൊ ഹനഫി മദ്ഹബോ ഏതെങ്കിലും മദ്ഹബ് തഖ്ലീദ് ചെയ്യുക. പിന്നെ അന്യ സ്ത്രീകളെ തൊട്ടാൽ ഒതു മുറിയില്ല എന്നാണ് ഹനഫി മദ്ഹബ്, അത് തഖ്ലീദ് ചെയ്യുക. അതന്നെ. അപ്പൊ അവരുടെ മദ്ഹബ് അനുസരിച്ച് സഹിയാവുന്ന രീതിയിൽ ഒന്നും ചെയ്യണം. ആ ഒന്നു അവരുടെ മദ്ഹബ് സഹിയാവുന്ന രീതിയിലാവാൻ നമ്മുടെ മദ്ഹബിലെ സുന്നത്തൊക്കെ എടുത്തിട്ട് ഒന്നു ചെയ്താൽ മതി. എന്നാല് എല്ലാ മദ്ഹബിലും അവന്റെ ഒന്നു സഹിയായിട്ടുണ്ടാവും. ഇനി ഒരുപാട് PM ഉണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് നാളാവാൻ ഒരുപാടുണ്ട്. പിന്നെ നാളെ ഇപ്പൊ കുറെ സമയമായല്ലോ, കുറച്ച് PM അല്ലല്ലോ, കുറെ ഉണ്ട്. അപ്പൊ അതൊക്കെ പാടെ എങ്ങനെയാണ് തീരൂല. അപ്പൊ ഇതുവരേക്കും പറഞ്ഞതും ചോദിച്ചതും കേട്ടതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യട്ടെ. ഇത് അള്ളാഹുവിന്റെ ദീനിനുള്ള ഒരു എളിയ ഖിദ്മത്തായി അള്ളാഹു കബൂൽ ചെയ്ത് ഇതിന് വലിയ പ്രതിഫലം നമുക്ക് എല്ലാവർക്കും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെട്ടവരിൽ അള്ളാഹു നമ്മെയും നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യ സന്താനങ്ങൾ, സഹോദര സഹോദരിമാർ, നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി തരട്ടെ. നമ്മുടെ ഒക്കെ ആഖിബത്ത് അള്ളാഹു നന്നാക്കി തരട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ച് സ്വർഗം കണ്ടു മരിക്കുന്ന ഭാഗ്യവാന്മാരെ കുറിച്ച് അല്ലാഹു തആല നമ്മെയും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.